അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഈ വെബിനാർ പരമ്പരയിൽ നടത്തപ്പെടുന്നത്. സംസ്കാര പഠനം, ചരിത്ര പഠനം, ഭാഷാശാസ്ത്ര പഠനം, സ്ത്രീ പഠനം, വേദോപനിഷത്തുക്കളുടെ വിമർശനാത്മക പഠനം, ഇങ്ങനെ നിരവധി വ്യത്യസ്തമായ മേഖലകളിൽ ഒക്കെ സ്വാമികൾ തുടക്കക്കാരനാണ്. എന്നാൽ ഇത്തരം പഠന മേഖലകളിൽ നിന്ന് നിർഭാഗ്യവശാൽ അവഗണിക്കപ്പെട്ടു പോയ ശ്രീ ചട്ടമ്പി സ്വാമികളുടെ സംഭാവനകളെ വെളിച്ചത്ത് കൊണ്ടുവരുന്നതിൽ ഏറെ ശ്രദ്ധേയമായ സംഭാവനകൾ ചെയ്ത ഒരു മഹാമനീഷിയാണ് നമ്മുടെ പ്രിയ ഗുരുനാഥൻ ഉണ്ണികൃഷ്ണൻ സാർ. സാർ എഡിറ്റ് ചെയ്ത് പുറത്തിറക്കിയ മലയാള നിരൂപണ സാഹിത്യത്തിൽ തന്നെ ഉണ്ടായ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുള്ള സമഗ്രമായ ഒരു നിരൂപണ പഠന ഗ്രന്ഥമാണ് ചട്ടമ്പിസ്വാമി പഠനങ്ങൾ എന്ന ബൃഹത് ഗ്രന്ഥം. അതുപോലെ തന്നെ ചട്ടമ്പിസ്വാമിയുടെ ഗൃഹസ്ഥ ശിഷ്യന്റെ പൗത്രൻ ആണ് സാറ്. വളരെ വ്യത്യസ്തമായ മേഖലകളിൽ സംഭാവനകൾ നൽകുന്ന ഉണ്ണികൃഷ്ണ സാറിന്റെ ഔദ്യോഗികമായ വിരമിക്കലിനോട് ബന്ധപ്പെട്ട് ഇത്തരമൊരു വെബിനാർ ഏറെ ഉചിതമാണ്. എന്നിൽ നിക്ഷിപ്തമായ കർത്തവ്യം വിശിഷ്ട വ്യക്തികൾക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. വിദ്യാധിരാജന്റെ ആദിഭാഷാ ദർശനം എന്ന വിഷയത്തെ അധികരിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ പൂജപ്പുര കൃഷ്ണൻ നായർ സാറാണ്. അദ്ദേഹം കേരള സർവകലാശാലയിൽ നിന്ന് BSc ഫിസിക്സിൽ ബിരുദം, കേരള സർവകലാശാലയിൽ നിന്ന് സംസ്കൃത സാഹിത്യത്തിൽ 1ാം റാങ്കോടുകൂടി ബിരുദാനന്തര ബിരുദം, ഒപ്പം മലയാള സാഹിത്യത്തിലും ഭാഷാശാസ്ത്രത്തിലും ഉന്നത നിലയിൽ ബിരുദാനന്തര ബിരുദം നേടി. മണിപ്രവാളത്തിലെ അർത്ഥാലങ്കാരങ്ങൾ എന്ന വിഷയത്തെ ആധാരമാക്കി PhD ബിരുദം, കൂടാതെ ബ്രഹ്മശ്രീ ചിന്മയാനന്ദ സ്വാമിയിൽ നിന്ന് ശ്രീമദ് ഭഗവത്ഗീതയും ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിൽ നിന്ന് വേദാന്ത ശാസ്ത്രവും ഇതിഹാസ പുരാണാദികളും സാറ് അഭ്യസിച്ചു. ആനുകാലികങ്ങളിലും ആന്തോളജികളിലുമായി അനേകം ഗവേഷണ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൂടാതെ പൗരസ്ത്യ സാഹിത്യ സംബന്ധമായി രസകൗമുദി, വക്രോക്തി കൈരളി തുടങ്ങിയ നിരവധി കൃതികൾ, ആട്ടക്കഥാ സംബന്ധമായി അഭിജ്ഞാന ശാകുന്തളം ആട്ടക്കഥ, വാസുദേവ വിജയം ആട്ടക്കഥ തുടങ്ങിയ ആട്ടക്കഥകൾ, കൂടാതെ നിരവധി സ്തോത്രകൃതികൾ, സാറിന്റെ തന്നെ ഗുരുനാഥനായ ശ്രീ സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളെ കുറിച്ചും അതുപോലെ ശ്രീ നീലകണ്ഠ സ്വാമികളെ കുറിച്ചും ഒക്കെ ഒട്ടനവധി സ്തോത്രകൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഡോക്ടർ PK നാരായണപിള്ളയുടെ ജീവചരിത്രം, കൈരളി പ്രദീപം എന്ന കൃതി, ഇത്തരത്തിൽ സാഹിത്യ ശാസ്ത്ര സംബന്ധമായും ജീവചരിത്ര സംബന്ധമായും ഒട്ടനവധി സംഭാവനകൾ കൈരളിക്ക് സാറ് സംഭാവന ചെയ്തിട്ടുണ്ട്. കൂടാതെ ഭാഗവത സപ്താഹങ്ങളുടെയും അധ്യാത്മരാമായണ നവാഹത്തിന്റെയും ഒക്കെ ആചാര്യനായിരുന്നു സാറ്. കൂടാതെ തന്നെ നിരവധി TV പരിപാടികളിലും സത്യാനന്ദ സംസ്കൃതി എന്ന യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്കിലും ഒക്കെ ആയിട്ട് ഭാരതീയ സംസ്കൃതിക്കായി നിറഞ്ഞു നിൽക്കുന്നുണ്ട് അദ്ദേഹം. കേരള സാഹിത്യ അക്കാദമിയുടെ IC ചാക്കോ അവാർഡ്, അതേപോലെ കുറ്റിപ്പുഴ അവാർഡ്, കഥകളി സാഹിത്യത്തിന് MKK നായർ അവാർഡ്, ഗീതാ സാരസ്വതം അവാർഡ് തുടങ്ങി നിരവധി ബഹുമതികൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. കേരള സർവകലാശാലയിൽ നിന്ന് അസിസ്റ്റന്റായും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കോളേജിൽ നിന്ന് അധ്യാപകനായും, തുടർന്ന് അദ്ദേഹം ശ്രീ ശങ്കരാചാര്യ സർവകലാശാലയിൽ റീഡറായും, വീണ്ടും തിരിച്ച് 2008 വരെ ദേവസ്വം ബോർഡ് കോളേജിൽ അസോസിയേറ്റ് പ്രൊഫസറായും, ഡിപ്പാർട്ട്മെന്റ് ഹെഡായും, സർവകലാശാലകൾക്ക് റിസർച്ച് ഗൈഡായും ഒക്കെ അദ്ദേഹം ജോലി ചെയ്ത് ഔദ്യോഗികമായി വിരമിച്ചു. ഇപ്പോഴും അദ്ദേഹം റിസോഴ്സ് പേഴ്സൺ ആണ്. വിദ്യാധിരാജന്റെ ആദിഭാഷാ ദർശനത്തെ സംബന്ധിച്ച് വളരെ കൃത്യതയോടെ ധാരാളം പഠനങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് പൂജപ്പുര കൃഷ്ണൻ നായർ സാർ. വളരെയധികം തിരക്കുകൾക്കിടയിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയ അദ്ദേഹത്തെ ബഹുമാനത്തോടെ എൻ്റെ പേരിലും സംഘാടക സമിതിയുടെ പേരിലും ഓരോ ഗവേഷകരുടെ പേരിലും ഹാർദമായി ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി വിദ്യാധിരാജന്റെ ആദിഭാഷാ ദർശനം എന്ന വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ച് സംസാരിക്കുന്ന പ്രിയ സുഹൃത്ത് VS ഗൗരി ശങ്കരിയാണ്. കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദം, കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഭാഷാശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം, ഇപ്പോൾ കേരള കേന്ദ്ര സർവകലാശാലയിൽ മലയാള പദപ്രയോഗങ്ങളുടെ ഒരു ഭാഷാപരമായ വിശകലനം എന്ന വിഷയത്തിൽ ഗവേഷണം ചെയ്യുന്നു. ഈ യുവപ്രതിഭയെ സംഘാടക സമിതിയുടെ പേരിലും ഓരോ ഗവേഷകരുടെ പേരിലും സ്നേഹത്തോടെ ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രണ്ടാമതായി
ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ച് സംസാരിക്കുന്ന യുവപ്രതിഭ സഞ്ജന രാജനാണ്. പാലാ സെന്റ് തോമസ് കോളേജിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദം, കേരള കേന്ദ്ര സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലിംഗ്വിസ്റ്റിക്സ് ആൻഡ് ലാംഗ്വേജ് ടെക്നോളജിയിൽ ബിരുദാനന്തര ബിരുദം, ഇപ്പോൾ കേരള കേന്ദ്ര സർവകലാശാലയിൽ ലീലാതിലകം വിവർത്തന സന്ദർഭം സ്വാധീനം എന്ന വിഷയത്തിൽ ഗവേഷണം ചെയ്യുന്നു. പ്രിയ സുഹൃത്തായ സഞ്ജനയെ സംഘാടക സമിതിയുടെ പേരിലും ഓരോ ഗവേഷകരുടെ പേരിലും സ്നേഹത്തോടെ ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വെബിനാർ പരമ്പരയുടെ മോഡറേറ്ററായ ഡോക്ടർ ശ്രീശൈലം ഉണ്ണികൃഷ്ണ സാർ, എന്റെ പേരിലും ഓരോ ഗവേഷകരുടെ പേരിലും സാറിനെയും സ്വാഗതം ചെയ്യുന്നു. ഈ വെബിനാർ പരമ്പരയുടെ ആധാര ബിന്ദുവായ നമ്മുടെ പ്രിയ ഗുരുനാഥൻ പ്രൊഫസർ എം ഉണ്ണികൃഷ്ണ സാറിനെയും ബഹുമാനത്തോടെ ഹാർദവമായി സ്വാഗതം ആശംസിക്കുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും, ഗവേഷക സുഹൃത്തുക്കൾക്കും മറ്റ് പല മേഖലകളിൽ നിന്നുമുള്ള മഹത് വ്യക്തികൾ, ഈ വെബിനാർ ശ്രവിക്കുന്ന എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ഭാഷണം നിർവഹിക്കാനായി ആദരണീയനായ ഡോക്ടർ പൂജപ്പുര കൃഷ്ണൻ നായർ സാറിനോട് അഭ്യർത്ഥിക്കുകയാണ്. സാറ് 40 മിനിറ്റ് സംസാരിക്കും. അതിനുശേഷം 15 മിനിറ്റ് വീതം പ്രതികരണം ഉണ്ടാവും. എല്ലാവരും മ്യൂട്ട് ചെയ്യണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. സാറേ, ആരംഭിക്കാം. സാറേ, ശരി, തുടങ്ങാം. പ്രിയമുള്ളവരെ, ആദ്യമേ തന്നെ എൻ്റെ പ്രിയപ്പെട്ട അനുജൻ ഡോക്ടർ എം ഉണ്ണികൃഷ്ണന് എല്ലാ പ്രകാരത്തിലുമുള്ളതായ ഭാവുകങ്ങൾ നേരുന്നു, അഭിനന്ദനങ്ങൾ സമർപ്പിക്കുന്നു. അതേപോലെ തന്നെ അദ്ദേഹം ഔദ്യോഗികമായിട്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്നിട്ട് വിരമിക്കുന്ന ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ കൃതികൾ പുറത്തിറക്കുകയും അതേപോലെ തന്നെ ഇതേപോലുള്ള വെബിനാറുകൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്ന ഡോക്ടർ എം ഉണ്ണികൃഷ്ണൻ്റെ എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെ പ്രത്യേകമായിട്ടുള്ള നമസ്കാരം, അഭിനന്ദനങ്ങൾ. എന്നെ ഏൽപ്പിച്ച ഈ ജോലിയിലേക്ക് പ്രവേശിക്കട്ടെ. വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികൾ ഇന്നേക്ക് 125 വർഷം മുമ്പ് എഴുതിയ ഒരു പുസ്തകത്തെ ആസ്പദമാക്കിയാണ് നാം ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. അദ്ദേഹം സമാധിയായിട്ട് ഇപ്പോൾ 100 വർഷം തികയുന്നു. അതിനൊരു 25 വർഷം മുമ്പാകണം. കൃത്യമായിട്ട് നമുക്ക് കാലം അറിയില്ല. പക്ഷേ സമാധിക്കൊരു 25 വർഷം മുമ്പെങ്കിലും ആയിരിക്കണം അദ്ദേഹത്തിൻ്റെ ഈ ഗ്രന്ഥരചന, ആദി ഭാഷ എന്നുള്ള ഗ്രന്ഥരചന. അങ്ങനെ ഒരു പുസ്തകം അദ്ദേഹം എഴുതുന്നതിന് അനേക കാരണങ്ങളുണ്ട്. അദ്ദേഹം അനേകം പുസ്തകങ്ങൾ നമുക്ക് തന്നു. അതിനെല്ലാം പ്രത്യേക കാരണങ്ങളുണ്ടായിരുന്നു. ഇതിനും കാരണമുണ്ട്. ലോക ചരിത്രം മനഃപൂർവമായിട്ട് വളച്ചൊടിക്കപ്പെട്ടു. ഭാഷാചരിത്രം മനഃപൂർവമായിട്ട് വളച്ചൊടിക്കപ്പെട്ടു. ഭാരത ചരിത്രവും മനഃപൂർവമായിട്ട് വളച്ചൊടിക്കപ്പെട്ടു. അതെല്ലാം സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യമുണ്ടെന്ന് അഭിമാനിച്ചിരുന്ന കൊളോണിയൽ മേധാവികളുടെ ആ അധികാരം എന്നെന്നും നിലനിർത്താൻ വേണ്ടിയിട്ടും ആയിരുന്നു. അതിനു വേണ്ടിയിട്ട് ഭാരതത്തെ സാംസ്കാരികമായി ആക്രമിക്കേണ്ടത് ആവശ്യമായിരുന്നു. സൈനികമായിട്ട് ആക്രമിച്ചു, കീഴ്പ്പെടുത്തി. പക്ഷെ അപ്പോഴാണ് വളരെയേറെ സംസ്കാര സമ്പന്നമായ ജനസമൂഹമാണ് ഇതെന്ന് മനസ്സിലായത്. ആ സാംസ്കാരിക ശക്തി ഭാരതത്തിൽ നിലനിന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ ഈ ബ്രിട്ടീഷുകാരുടെ കിരീടം എടുത്തെറിയപ്പെടും എന്നറിയുന്നത് കൊണ്ട് മാനസികമായി നമ്മെ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ അനേകം പദ്ധതികൾ നടപ്പിലാക്കി. അതിലൊന്നാണ് ചരിത്രത്തെ വളച്ചൊടിക്കൽ. അവർ നമ്മോട് പറഞ്ഞു, ഞങ്ങളോട് ഈ നാട് വിട്ടുപോകാൻ ആവശ്യപ്പെടരുത്. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ ഈ നാട്ടിൽ ഇന്നലെ വന്നതാണ് എന്ന് നിങ്ങൾ പറയുന്നു. പക്ഷെ ഒരു കാര്യം ഓർക്കുക, ഈ രാജ്യത്ത് സ്വന്തം ഭൂമിയായിട്ടുള്ള ആളുകൾ ആരുമില്ല. നിങ്ങൾ മിനിയാന്ന് വന്നു, ഞങ്ങൾ ഇന്നലെ വന്നു. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. മെഡിറ്ററേനിയൻ തീരത്ത് നിന്നിട്ട്
അങ്ങ് ആർട്ടിക്കിൽ നിന്ന് വന്ന ആര്യന്മാരാൽ തോൽപ്പിക്കപ്പെട്ട് ഓടി രക്ഷയ്ക്ക് വേണ്ടിയിട്ട് കിഴക്കോട്ട് സഞ്ചരിച്ച് ഓടി ഭാരതത്തിൻ്റെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ പ്രവേശിച്ച് ഭാരതത്തിൽ പാർപ്പുറപ്പിച്ച ദ്രാവിഡന്മാർ അവർ പറഞ്ഞത് ചരിത്രമാണ്. തെളിവെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെളിവൊന്നുമില്ല, തെളിവ് ആവശ്യമില്ല. അതാണ് അവരുടെ മനോഭാവം. അന്ന് അവർക്കത് സാധിക്കും. അവരുടേതാണ് എല്ലാ മാധ്യമങ്ങളും, അവരുടേതാണ് സകല സർവകലാശാലകളും, എല്ലാ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും എല്ലാം. അതുകൊണ്ട് അവർക്കത് സാധിക്കും. ആര്യന്മാര് ദ്രാവിഡന്മാരെ തുരത്തിക്കൊണ്ട് ഇന്ത്യയിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ വന്നപ്പോഴേക്കും ദ്രാവിഡന്മാർ തെക്കോട്ടോടി. അങ്ങനെ തെക്കൻ ഇന്ത്യയിൽ അഭയം പ്രാപിച്ചു. ആര്യന്മാർ ഉത്തരേന്ത്യയിലും അവരുടെ ആധിപത്യം ഉറപ്പിച്ചു. മെഡിറ്ററേനിയൻ തീരത്ത് വച്ച് ആരംഭിച്ച പരസ്പര വിദ്വേഷവും പരസ്പര യുദ്ധവും, അതാണ് ആര്യന്മാരുടെയും ദ്രാവിഡന്മാരുടെയും ചരിത്രം. അത് ഇനിയും നിങ്ങൾ തുടരണം. ഇതാണ് അതിൻ്റെ ലക്ഷ്യം. അത് ഇന്നും നടക്കുന്നു. യുദ്ധം ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷേ വാക്കുകൾ കൊണ്ട്, നാക്കുകൾ കൊണ്ട് ഒക്കെ പുസ്തകങ്ങൾ എഴുതിയിട്ട് ഒക്കെ ഇന്നും നമ്മൾ തകർക്കുന്നുണ്ട് ആര്യനെന്നും ദ്രാവിഡനെന്നുമുള്ള കോലാഹലങ്ങൾ. ഇതന്ന് അവർ ഏൽപ്പിച്ചു പോയതാണ്. ആ കൂട്ടത്തില് അവര് ഏറ്റവും സമ്പന്നമായിരിക്കുന്ന സംസ്കൃതത്തിൻ്റെ മുഴുവൻ സമ്പത്തിനെയും വിജ്ഞാന സമ്പത്തിനെയും അവരുടെയും കൂടി അധികാര പരിധിയിൽ വരുത്താൻ വേണ്ടിയിട്ട് നമ്മോട് പറഞ്ഞു, ഇൻഡോ യൂറോപ്യൻ എന്നൊരു ഭാഷാഗോത്രമുണ്ട്. ആ ഭാഷാഗോത്രം 3 ഭാഗമായി പിരിഞ്ഞു. അതിലൊന്നാണ് ലാറ്റിൻ, വേറൊന്ന് ഗ്രീക്ക്, വേറൊന്ന് സംസ്കൃതം. അങ്ങനെ ആ സംസ്കൃതത്തിൽ ഉള്ള ആ സമ്പത്തുകൾ മുഴുവൻ, വൈജ്ഞാനിക സമ്പത്തുകൾ മുഴുവൻ ഞങ്ങൾക്കും കുടുംബപരമായി അവകാശപ്പെട്ടതാണ്. ഞങ്ങൾ തന്നെയാണ് ആര്യന്മാരായിട്ടൂടെ ഉത്തരേന്ത്യയിൽ ഹിന്ദിയും അതേപോലുള്ള ഭാഷകളും ഒക്കെ സംസാരിച്ചു കൊണ്ട് കഴിയുന്നത്. അതുകൊണ്ട് ഞങ്ങളെ ഇവിടെ നിന്നിട്ട് ഓടിക്കണ്ട, ഞങ്ങൾക്ക് ഇവിടെ ജന്മസിദ്ധമായ അവകാശമുണ്ട്. ഇത് അവര് അടിച്ചേൽപ്പിച്ച അവസരത്തിൽ വിദ്യാധരാജ ചട്ടമ്പിസ്വാമികൾ ഭാഷാ ഗവേഷണം നടത്തി. ഇത് അടിച്ചേൽപ്പിക്കാൻ അവർ വേറൊരു കാര്യവും കൂടി ചെയ്തു. ഭാഷാഗോത്രങ്ങളെ അവർ പുതിയ ഭാഷാ വിദഗ്ധരെ കൊണ്ട്, മോഡേൺ ലിംഗ്വിസ്റ്റിക്സിൻ്റെ ആളുകളെ കൊണ്ടും അവർക്ക് മുന്നോടിയായിട്ടുള്ള ആളുകളെ കൊണ്ടും അവർ രചിപ്പിച്ചു പുതിയ സമ്പ്രദായത്തിൽ ഭാഷാചരിത്രം. അത് 8 മുഖ്യഗോത്രങ്ങളാണ് ഭാഷയുടെ പഠനം നടത്തുമ്പോഴേക്കും നമുക്ക് തിരിച്ചറിയാനാവുക എന്നവർ പ്രഖ്യാപിച്ചു. ഇൻഡോ യൂറോപ്യൻ അത് കിട്ടിയിട്ടില്ല, അതൊരു സാങ്കല്പിക ഭാഷ, പക്ഷെ അതൊരു യഥാർത്ഥ ഭാഷ എന്നവർ പഠിപ്പിക്കുന്നു. ഇൻഡോ യൂറോപ്യൻ ഗോത്രം, അതേപോലെ സെമറ്റിക് ഗോത്രം, ദ്രവീഡിയൻ ഗോത്രം, ഹമറ്റിക് ഗോത്രം, ഇങ്ങനെ 8 ഭാഷാഗോത്രങ്ങൾ. പിന്നെ കുറച്ച് ഉപഗോത്രങ്ങൾ, ഏതാനും ഭാഷകൾ ഇതിലൊന്നിലും പെടാത്തവ. ഇങ്ങനെ ഗോത്രങ്ങളായി തിരിച്ചിട്ട് ഈ ഗോത്രങ്ങളുടെ കൂട്ടത്തിൽ വെച്ചിട്ട് ഏറ്റവും പ്രാചീനമായിട്ടുള്ളതും അതേപോലെ തന്നെ ഏറെ ഈ ഭൂമിയിൽ ഏറെ പ്രദേശത്ത് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നതും ഏറെ വൈജ്ഞാനിക സമ്പത്തുള്ളതുമായ ഗോത്രം, അത് സംസ്കൃതത്തിന്റെ ബലത്തിലാണത് പറയണേ. ഏറെ പഴക്കമേറിയ സാഹിത്യകൃതികളുമുള്ളതായ ഗോത്രം, അതും സംസ്കൃതത്തിന്റെ ബലത്തിലാ പറയണേ. അത് ഇന്തോ യൂറോപ്യൻ്റെതാണ് എന്നും അവർ സ്ഥാപിച്ചു. അതിനപ്പുറം ഈ 8 ഗോത്രങ്ങൾ, പിന്നെ കുറെ ഉപഗോത്രങ്ങൾ, അതിനപ്പുറം ഒരു ഏകഭാഷ അത് കണ്ടെത്താനാവില്ല, സാധ്യമല്ല എന്നും അവർ ഉറപ്പിച്ചു. ഇതിന് മറുപടി പറഞ്ഞുകൊണ്ടാണ് ആദിഭാഷ എന്നുള്ളതായ പുസ്തകം തുടങ്ങുന്നത്. സ്വാമി പറയും, മനുഷ്യൻ ഒരിടത്തുണ്ടായി പലയിടങ്ങളിലേക്ക് വ്യാപിച്ചതാണോ, ലോകമെമ്പാടും വ്യാപിച്ചതാണോ, അതോ പലയിടങ്ങളിൽ പരസ്പര ബന്ധമില്ലാതെ സ്വതന്ത്രമായ പല പല വംശങ്ങളായി ആവിർഭവിച്ചതാണോ? ആദ്യത്തേതിന് നമ്മുടെ സംസ്കൃത സമ്പ്രദായത്തിൽ ഉള്ള വാക്ക് അദ്ദേഹം ഉപയോഗിക്കും, വീചി തരംഗന്യായം. ഒരു തടാകത്തിൽ ഒരു കല്ലെടുത്തിട്ട് കഴിഞ്ഞാൽ അവിടെ നിന്നിട്ട് തരംഗങ്ങൾ ഉണ്ടായി 4 പാടും വ്യാപിക്കും. എന്നിട്ട് തിരിച്ച് അതിരുകളിൽ പോയതിനു ശേഷം തിരിച്ചു വന്ന് എവിടെ നിന്ന് പുറപ്പെട്ടോ അവിടെ തന്നെ വന്ന് ലയിക്കും. ഇതാണ് വീചി തരംഗന്യായം. ഇതുപോലെ
മനുഷ്യൻ ഒരിടത്ത് ഈ ലോകത്തുണ്ടായിട്ട് നാലുപാടും വിചിതരംഗന്യായത്തിൽ വ്യാപിച്ചതാണോ, അതോ കദംബ മുകുളന്യായത്തിൽ കടമ്പ വൃക്ഷമുണ്ട്, കാലമാകുമ്പോഴേക്കും വസന്തമാകുമ്പോഴേക്കും അതിൽ ഇങ്ങ് താഴെത്തോട്ട് അങ്ങ് മുകളിലറ്റം വരെ പൂങ്കുലകൾ, നിറയെ പൂങ്കുലകൾ പരസ്പര ബന്ധമില്ലാതെ സ്വതന്ത്രമായിട്ട് ആവിർഭവിക്കും. അതേപോലെ ഈ ഭൂമിയിൽ പലയിടങ്ങളിൽ മനുഷ്യൻ സ്വതന്ത്രമായി പുതിയ പുതിയ സംഘങ്ങളായി ആവിർഭവിച്ചതാണോ? ഈ ചോദ്യം ചോദിച്ചിട്ട് അദ്ദേഹം പറയും, ആരോഗ്യശാസ്ത്രം പുരസ്കരിച്ചും ചരിത്രം പുരസ്കരിച്ചും സ്വാഭാവികമായ യുക്തിയെ പുരസ്കരിച്ചും നോക്കിയാൽ മനുഷ്യൻ ഒരിടത്ത് തുടങ്ങി ഒരിടത്ത് ആവിർഭവിച്ച് എല്ലായിടവും വ്യാപിച്ചതാണ് എന്ന് മനസ്സിലാകും. ആരോഗ്യശാസ്ത്രപരമായ തെളിവ് എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാകും. അതായത് മനുഷ്യരുടെ എല്ലാവരുടെയും ഘടന, ആന്തരിക ഘടന ഒന്ന് തന്നെയാണ്. തൊലിയുടെ നിറത്തിന് വ്യത്യാസമുണ്ട്. കഴിഞ്ഞ ദിവസം തൊലിയുടെ ഭേദത്തിൽ ഇന്ത്യക്കാരൻ 5ആയിട്ട് ഒരു വിദ്വാൻ വിഭജിച്ച് കാണിച്ചു. പഴയ സമ്പ്രദായം, മക്കാളയുടെ സമ്പ്രദായം ഇന്നും അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നു, നമ്മളെല്ലാവരും കേട്ടതാണ്. തൊലിയുടെ വർണ്ണ വ്യത്യാസമല്ല, എല്ലാവരുടെയും ആന്തരികമായ ഘടന ഒന്ന് തന്നെയാണ്. അതിന് തെളിവ് നമ്മൾ ഇന്നാൾ കോവിഡ് വാക്സിൻ ഉണ്ടാക്കി, അത് ലോകത്തുള്ള എല്ലാ വിഭാഗം ജനങ്ങൾക്കും എത്തിക്കുകയും ചെയ്തു. ആ മരുന്ന് എല്ലായിടവും പ്രയോജനപ്പെട്ടു, ജീവനെ രക്ഷിച്ചു. എന്തുകൊണ്ട്? ആ മരുന്ന് എല്ലാ ശരീരത്തിലും പ്രവേശിച്ചു കഴിഞ്ഞാൽ സ്വീകരിക്കപ്പെടുന്ന ഒരേ സമ്പ്രദായത്തിലാണ്. ഓരോ കോശങ്ങളുടെയും പ്രവർത്തന സമ്പ്രദായം അടിസ്ഥാനപരമായി ലോകത്തിൽ എല്ലാ മനുഷ്യർക്കും ഒന്ന് തന്നെയാണ്. ഇതാണ് സ്വാമി 125 വർഷത്തിന് മുമ്പ് പറയുന്നത്. കോവിഡ് വാക്സിനെ കുറിച്ചല്ല, ആരോഗ്യപരമായ കാര്യങ്ങൾ എടുക്കുമ്പോഴേക്കും മനുഷ്യന്റെ ശാരീരിക ഘടന ഒന്ന്. മനുഷ്യൻ പലയിടത്ത് ആവിർഭവിച്ചാലേ ഈ വ്യത്യസ്ത മേഖലകളിൽ സ്വതന്ത്രമായി ആവിർഭവിച്ചു കഴിഞ്ഞാൽ മനുഷ്യരുടെ രൂപം പോലും ഇതേപോലെ ഒന്നായിരിക്കില്ല. നമുക്ക് ഒരേ രൂപമാണ്, തൊലിയുടെ നിറത്തിനുള്ള വ്യത്യാസമേ ഉള്ളൂ. അതിനും കാരണങ്ങളുണ്ട്. ആരോഗ്യപരമായിട്ട് രൂപം നമുക്കൊന്ന് തന്നെയാണ്, നമ്മുടെ സെല്ലിൻ്റെ ഘടനയും ഒന്ന് തന്നെയാണ്. അതിനകത്ത് നടക്കുന്ന ആയിരം രാസപ്രവർത്തനങ്ങളുടെയും ഘടന ഒന്ന് തന്നെയാണ്. അതാണ് ഒരേ മരുന്ന് ലോകമെമ്പാടും, ഏതൊരു രോഗത്തിനുള്ളതും ലോകമെമ്പാടും ഉപയോഗിക്കപ്പെടുന്നത്. അപ്പോൾ മനുഷ്യൻ ഒരിടത്തുണ്ടായി, ഒരൊറ്റ കുടുംബമായി ഉണ്ടായി, എല്ലായിടവും വ്യാപിച്ചതാണ് എന്ന് അദ്ദേഹം പറയും. അപ്പോഴത് എവിടെയായിരിക്കാം? അത് ഏറ്റവും അനുയോജ്യമായ സ്ഥലത്തായിരിക്കും. അത് എവിടെയാണോ മറ്റ് ജീവരാശി ഉണ്ടായത് അവിടെയായിരിക്കും. അദ്ദേഹം പറയും, ഈ ഭൂമിയിൽ മനുഷ്യൻ പൊടുന്നനവേ ആദ്യം അങ്ങ് ഉണ്ടാവില്ല, അങ്ങനെ കരുതരുത്. ഈ ഭൂമിയിൽ ജീവന്റെ ആദിസ്ഫുരണം ഏറ്റവും ലളിതമായിട്ട് തുടങ്ങും. അനേക ആയിരക്കണക്കിന് വർഷങ്ങളുടെ പരിണാമത്തിലൂടി ക്രമേണ കുറെ കൂടി ഈ ആരോഗ്യപരമായിട്ട് ശരീരപരമായിട്ട് കൂടുതൽ സങ്കീർണമായ ജീവികളുണ്ടാകും. അത് സസ്യവിഭാഗമായിട്ടും ജന്തുവിഭാഗമായിട്ടും പിരിയും. അങ്ങനെ അത് വീണ്ടും വീണ്ടും സങ്കീർണത ആയിരത്താണ്ടുകളിലൂടെ നേടിയിട്ട് അവസാനം ആ പരിണാമ പ്രക്രിയയിൽ അവസാനം ഉണ്ടാകുന്ന അത്യന്ത സങ്കീർണമായ ശാരീരിക ശേഷിയോടും ബൗദ്ധിക കഴിവുകളോടും കൂടിയ ജീവിയാണ് മനുഷ്യൻ എന്നറിയണം. അദ്ദേഹം പറയും, അങ്ങനെയാണ് മനുഷ്യനുണ്ടായത്. അപ്പോൾ മനുഷ്യൻ ഒരിടത്തുണ്ടായി, വിചിതരംഗന്യായത്തിൽ എല്ലായിടവും വ്യാപിച്ചു എന്ന് നാം കണക്കാക്കിയാൽ എവിടെ മനുഷ്യനുണ്ടായി എന്നുള്ള ചോദ്യത്തിന് മറ്റ് ജീവരാശി എവിടെയുണ്ടായി എന്ന ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്തിയാൽ മതി. ഏറ്റവും ലളിതമായി ആണ് ജീവന്റെ ആവിർഭാവം. അതിന് പറ്റിയ സ്ഥലം എവിടെയാണ് എന്ന് നാം കണ്ടെത്തണം. അദ്ദേഹം പറയും, അതിനു മുമ്പ് യൂറോപ്യൻ ഭാഷാശാസ്ത്രകാരന്മാര് അവരങ്ങ് ജീവരാശിയുടെ ഉൽപ്പത്തിയെക്കുറിച്ചോ മാനവരാശിയുടെ ഉൽപ്പത്തിയെക്കുറിച്ചോ ഒന്നും ചിന്തിച്ചില്ല. 8 ഗോത്രങ്ങളുടെ കാര്യമേ ചിന്തിച്ചുള്ളൂ. അങ്ങ് ആര്യന്മാരങ്ങ് വടക്ക് ഉത്തര ധ്രുവത്തിനടുത്ത് നിന്ന് ഒരു കൂട്ടര്, മെഡിറ്ററേനിയൻ തീരത്ത് നിന്ന് വേറൊരു കൂട്ടര്, ദ്രാവിഡന്മാർ മെഡിറ്ററേനിയൻ തീരത്താണ് എന്ന് ഇതേ ആളുകൾ, ഇതൊക്കെയാണ് അവർ പറഞ്ഞു വെച്ചത്. കുറെ ആളുകൾ അതിനെ ഇങ്ങ് പേർഷ്യൻ മേഖലയിലേക്ക് കൊണ്ടുവന്നു, കുറെ ആളുകൾ അതിനെ ആര്യാവർത്തത്തിലേക്ക് കൊണ്ടുവന്നു. ആര്യാവർത്തം എന്ന് വെച്ചാൽ ഭാരതത്തിൻ്റെ വടക്ക് പടിഞ്ഞാറേ ഭാഗം. സ്വാമികൾ പറയും, നാം യുക്തി ഉപയോഗിച്ച് ചിന്തിച്ചു നോക്കണം. ഏറ്റവും ലളിതമായിട്ടുള്ള ജീവന്റെ ആവിർഭാവം എന്ന് പറഞ്ഞാൽ
ഇന്നത്തെ നിലയിൽ പറഞ്ഞാൽ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ വൈറസുകളെക്കാളും ജീവനുള്ളവയുടെയും ഇല്ലാത്തവയുടെയും സ്വഭാവം കാണിക്കുന്ന വസ്തുവാണ് വൈറസ്. അതിനേക്കാളും ലളിതമായിട്ടാണ് ജീവന്റെ ആവിർഭാവം. അത് എവിടെ ഉണ്ടാകും? ഏറ്റവും അനുകൂലമായ ശീതോഷ്ണാവസ്ഥയും ഏറ്റവും അനുകൂലമായ ജലത്തിന്റെയും അന്തരീക്ഷത്തിന്റെയും അവസ്ഥയും ഏറ്റവും അനുകൂലമായ ഭൂമിയുടെ അവസ്ഥയും ഉള്ളിടത്തേ ഉണ്ടാവുള്ളൂ. ഒരിക്കലും ആർട്ടിക്കില് ജീവന്റെ അതിസ്ഫുരണം ഉണ്ടാവില്ല. എങ്കിലേ മനുഷ്യൻ അവിടെ ഉണ്ടായി എന്ന് പറയാൻ പറ്റൂ. ആർട്ടിക്കിൽ ഒരിക്കലും ജീവന്റെ അതിസ്ഫുരണം ഉണ്ടാവില്ല. അത്യന്ത ശൈത്യം, എപ്പോഴും മഞ്ഞുകൂടി കിടക്കുന്നു. മെഡിറ്ററേനിയൻ തീരത്തും ആവില്ല, കാരണം തണുപ്പേറി നിൽക്കുന്നു. അവിടുത്തെ സമ്മർ പോലും നമുക്ക് തണുപ്പാണ്, നമുക്ക് സഹിക്കാൻ പറ്റുന്നതല്ല. വിശേഷിച്ചും കേരളത്തിലെ ഈ അന്തരീക്ഷം പരിചയിച്ച ആളുകൾക്ക്. അങ്ങനെ അങ്ങേയറ്റം തണുപ്പ് ഉള്ളതായ മെഡിറ്ററേനിയൻ തീരത്തും സാധ്യമല്ല, പേർഷ്യൻ മേഖലയിലും സാധ്യമല്ല, ആര്യാവർത്തത്തിലും സാധ്യമല്ല. കാരണം ആര്യാവർത്തത്തില് ചൂടെങ്കിൽ ചൂട്, തണുപ്പെങ്കിൽ തണുപ്പ്. തണുപ്പ് വരുമ്പോൾ 0 ഡിഗ്രിക്ക് താഴെ പോവും. ഡൽഹിയിലൊക്കെ 0 ഡിഗ്രിക്ക് താഴെ പോവും. അതേപോലെ തന്നെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിലെല്ലാം 0 ഡിഗ്രിക്ക് താഴെ പോവും. ചൂട് വന്നു കഴിഞ്ഞാലോ 40 മുകളിൽ നിൽക്കും. 42, 43, 45 ഒക്കെ പോകും. നമുക്ക് സഹിക്കില്ല. അങ്ങനെയുള്ള ഈ മേഖലകളിൽ ഒന്നിനും ജീവന്റെ ആദിസ്ഫുരണം ഉണ്ടാവാൻ പറ്റൂല. ഈ ഗോളം മുഴുവൻ തിരഞ്ഞു ചെല്ലുമ്പോൾ ജീവന്റെ പ്രഥമ സ്ഫുരണത്തിന് ഏറ്റവും അനുയോജ്യമായ സകല സാഹചര്യങ്ങളും ഒത്തിരിപ്പുള്ളത് ഇന്ന് സിംഹളദ്വീപിന്, സിംഹളദ്വീപ് എന്ന് അദ്ദേഹം എഴുതിയിരിക്കുന്നത് ശ്രീലങ്ക, ഇന്നത്തെ ശ്രീലങ്ക, ഈ സിംഹളദ്വീപിന് പടിഞ്ഞാറ് വശത്ത് ഒരു വലിയൊരു ഭൂഖണ്ഡം ഉണ്ടായിരുന്നു. അദ്ദേഹം ഇത് എഴുതുന്നത് നമ്മുടെ ഭൗമശാസ്ത്രജ്ഞന്മാർ അവിടെ കിടന്ന ഭൂഖണ്ഡത്തെക്കുറിച്ച് കണ്ടെത്തുന്നതിന് മുമ്പാണ്. അതിനൊരു 25 കൊല്ലം മുമ്പാണ് സ്വാമികൾ ഇത് എഴുതുന്നത്. 1900-ത്തിനടുത്താണ് സ്വാമികൾ ഇത് എഴുതുന്നത്. സിംഹളദ്വീപിന് പടിഞ്ഞാറായിട്ട് ഇന്ന് കടൽ കയറിപ്പോയിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു വലിയൊരു ഭൂഖണ്ഡം ഉണ്ടായിരുന്നു. ആ ഭൂഖണ്ഡത്തിലാണ് ജീവന്റെ ആദിസ്ഫുരണത്തിനുള്ളതായ സകല സാഹചര്യങ്ങളും, മണ്ണിന്റെയും അന്തരീക്ഷത്തിന്റെയും ചൂടിന്റെയും ജലത്തിന്റെയും എല്ലാം സാഹചര്യങ്ങളും ഒത്തിരുന്നത്. അവിടെയാണ് ജീവന്റെ ആദിസ്ഫുരണം ഉണ്ടായത്. അങ്ങനെ ഒരു ഭൂഖണ്ഡം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ പ്രാചീനമായ ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം വ്യക്തമായി എഴുതും. അഗസ്ത്യ ജ്ഞാലനൂൽ അദ്ദേഹം ഉദ്ധരിക്കും, അഗസ്ത്യ മഹർഷിയുടെ ഭൂമിശാസ്ത്രം. ഇന്ന് ഇപ്പോ ആ പുസ്തകം കിട്ടുന്നില്ല എന്ന് തമിഴ് പണ്ഡിതന്മാര് എന്നോട് പറഞ്ഞു. ചട്ടമ്പിസ്വാമികൾ ആ പുസ്തകം പഠിച്ചിരിക്കുന്നു. അതിൽ നിന്നിട്ട് അദ്ദേഹം 10-12 വരികൾ ഈ ഭാഗത്തെ കുറിച്ചുള്ള കോട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇത് മുഴുവൻ ഒന്നായി കിടന്നു. എന്നിട്ടോ കിട്ടമുട്ട ഒൻരാക കിടന്ന ഞാലം പട്ട വലൈകടലാലെ പലതാപ്പോച്ച് അകത്തേൽ എഴുതി വെച്ചിരിക്കുകയാണ്. ഏറ്റവും അടുത്ത് ഇങ്ങനെ ഒന്നായി ചേർന്ന് കിടന്നിരുന്നതായ ഈ ഭൂഖണ്ഡം ആ കടലിന്റെ ആ പ്രവർത്തനത്താൽ പലതായിപ്പോയി. ഇത് 925 കഴിയുമ്പോഴേക്കും ഭൂമിശാസ്ത്രജ്ഞന്മാര് കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അത് ഫോസിലുകളുടെ പഠനത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് ആദ്യമായിട്ട് അങ്ങനെ ഒരു തിയറി വരുന്നത്, കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് എന്ന്. ഒരേ പ്രകാരത്തിലുള്ള ദിനാസാറുകളുടെ ഫോസിലുകൾ ഇന്ത്യ, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക, ആഫ്രിക്ക, സൗത്ത് അമേരിക്ക ഇത്രയും മേഖലകളിൽ കിട്ടി. ഓസ്ട്രേലിയയിൽ നിന്നിട്ട് ഇന്ത്യയിലേക്കും, ഇവിടെ നിന്നിട്ട് ആഫ്രിക്കയിലേക്കും, അവിടെ നിന്നിട്ട് സൗത്ത് അമേരിക്കയിലേക്കും നീന്തിപ്പോകാൻ ശേഷിയുള്ളവല്ല ഈ ദിനോസാറുകൾ. അപ്പോൾ ഇതൊന്നായി കിടന്നിരുന്നു എന്നാണ് വാഗണറുടെ ആദ്യത്തെ സിദ്ധാന്തം, കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഭൗമശാസ്ത്രം കൂടുതൽ വികസിച്ചു കഴിഞ്ഞപ്പോൾ, പ്ലേറ്റുകളെ കുറിച്ചുള്ള പഠനങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആ ശാസ്ത്രകാരന്മാർ ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു, അതങ്ങനെ ഈ ഭൂഖണ്ഡം പൊട്ടിപ്പിരിഞ്ഞ് ഈ സ്ഥലങ്ങളിലേക്ക് നീങ്ങുന്നത് ഇതിനെല്ലാം താങ്ങി നിർത്തുന്ന പ്ലേറ്റുകളുടെ ചലനം കൊണ്ടാണ്. പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന് പറയും. ഈ ഇന്ത്യ ഭാഗം പൊട്ടിപ്പിരിഞ്ഞിട്ട് നേരെ വടക്കോട്ട് നീങ്ങി യൂറേഷ്യൻ പ്ലേറ്റിൽ ഇടിച്ചു ശക്തമായിട്ട്. അതിന്റെ ഫലമായി ഉണ്ടായതാണ് ഹിമാലയം, ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതം. ഇന്നും അങ്ങേയറ്റം സ്ഥിരത, പൂർണ്ണമായ സ്ഥിരതയില്ലാതെ അങ്ങേയറ്റം മാറ്റങ്ങൾക്ക് വിധേയമായിരിക്കുന്നതായ പർവ്വതം.
ഇപ്പോഴും ഭാരതം അല്പാൽപമായിട്ട് വടക്കോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ വർഷം നമ്മൾ ഇരുന്നിടത്തല്ല ഇപ്പോൾ നിൽക്കുന്നത്. ഏതാണ്ട് 1/2 സെന്റിമീറ്ററോളം വടക്കോട്ട് നീങ്ങുന്നു ഓരോ കൊല്ലവും. അങ്ങനെ ആ ചലനം നടന്നുകൊണ്ടിരിക്കുന്നു. ആഫ്രിക്കൻ പ്ലേറ്റ് ഇന്ന് കാണുന്ന സ്ഥലത്തേക്ക് നീങ്ങി. ആസ്ട്രേലിയൻ പ്ലേറ്റും അന്റാർട്ടിക്കൻ പ്ലേറ്റും സൗത്ത് അമേരിക്കൻ പ്ലേറ്റും ആ മേഖലകളിലേക്ക് നീങ്ങി എന്ന ഭൂമിശാസ്ത്രം, ആധുനിക ഭൂമിശാസ്ത്രം. ഈ സൗത്ത് അമേരിക്കയെ കുറിച്ച് അഗസ്ത്യർ എഴുതി വെച്ചിരിക്കുന്നത് അതും ഉദ്ധരിക്കുന്നുണ്ട് ചട്ടമ്പിസ്വാമികൾ. ഇരവി ഇങ്ങ വിളങ്ങുമാനാൽ അങ്ങ് ഇരവാകും എന്ന് അഗസ്ത്യർ എഴുതി വെച്ചിട്ടുണ്ട്. സിദ്ധപുരി എന്നാണ് അദ്ദേഹം സൗത്ത് അമേരിക്കയെ കുറിച്ച് പറയണേ. ഈ സൂര്യൻ ഇവിടെ വിളങ്ങി നിൽക്കുമ്പോൾ, തലയ്ക്ക് മുകളിൽ കത്തിജ്വലിച്ച് നിൽക്കുമ്പോൾ അവിടെ രാത്രിയാണ്. ഭൂമി ഉരുണ്ടതാണോ ഇല്ലയോ എന്നൊക്കെ ഇന്നലെ കണ്ടുപിടിച്ചതെന്നൊക്കെയാണ് നമ്മളെ സായിപ്പ് പറഞ്ഞു തരുന്നത്. സായിപ്പുമാർക്ക് പഴയ കാലത്ത് ഭൂമി പരന്നതായിരുന്നു. നമുക്ക് പണ്ടേ ഭൂമി ഉരുണ്ടിട്ട, ഭൂമി ഗോളമാണ്. ഇവിടെ സൂര്യൻ തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോൾ അവിടെ രാത്രിയാണ് സിദ്ധപുരിയിൽ. ചട്ടമ്പിസ്വാമികൾ എഴുതും, പുതുതായി കണ്ടുപിടിച്ചു എന്ന് പലരും ഘോഷിക്കുന്ന അമേരിക്ക തുടങ്ങിയ ഭൂവിഭാഗങ്ങൾ അഗസ്ത്യരുടെ ഞാലനൂലിൽ തെളിഞ്ഞു നിൽക്കുന്നു, ഇതാ കണ്ടുകൊള്ളൂ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഇത് നമ്മുടെ ചിലപ്പതികാരത്തിനകത്ത് നമ്മുടെ കവികുല കൂടസ്ഥനായിരിക്കുന്ന ഇളങ്കോ അടികൾ എഴുതിയിട്ടുണ്ട്. ചിലപ്പതികാരം 3 കാണ്ഡങ്ങളായിട്ടാണല്ലോ. അതിലെ മധുരൈ കാണ്ഡം 2ാമത്തെ കാണ്ഡമാണ്. കോവലനും കണ്ണകിയും മധുരയിൽ വരുന്ന ആ സന്ദർഭത്തിൽ മധുര വർണ്ണിച്ചുകൊണ്ട് തുടങ്ങും. ആ മധുര ഈ ഇന്ന് കടലുകയറിപ്പോയിരിക്കുന്ന ഈ ഭൂപ്രദേശത്തായിരുന്നു. അതിന് കുമരിക്കണ്ടം, കുമരിക്കോട് എന്നാണ് പറയപ്പെടുന്നത്. അതിനെ ചിലപ്പതികാരൻ എഴുതിയ ഇളങ്കോ കുമരിക്കോട് എന്ന് പറയും. പൗറുളി ആറ്റോടും പന്മലൈ അടുക്കത്ത് കുമരിക്കോടും കൊടുങ്കടൽ കൊള്ളെ. അങ്ങനെ വലിയ പർവ്വതങ്ങൾ, അതിൻ്റെ തെക്കുവശത്തോടി ഒഴുകുന്നതായ നദി, അവിടെയായിരുന്നു ഇവരുടെ നഗരം, ഈ മധുരമന്നന്മാരുടെ നഗരം. അതിനു മുഴുവൻ കൊടുങ്കടൽ വിഴുങ്ങിയപ്പോഴേക്കും അവര് ഈ മധുരയിലേക്ക് വന്നതാണ് എന്ന് പറഞ്ഞ് ആ മധുരക്കാണ്ഡം തുടങ്ങും. അപ്പോൾ അത് വായിച്ചു കൊള്ളുക. അതിന് മലയാള വിവർത്തനമുണ്ടല്ലോ എസ് രമേശൻ നായരുടേത്, വളരെ മനോഹരമായ വിവർത്തനം. അത് വായിച്ചു കൊള്ളുക, മധുരക്കാണ്ഡത്തിന്റെ തുടക്കം. അപ്പോ ചട്ടമ്പിസ്വാമികൾ ഇത് പറഞ്ഞിരുന്നു, അകത്തെ ഞാലനൂല് പറഞ്ഞിട്ട് അങ്ങനെ ഭൂഖണ്ഡം ഉണ്ടായിരുന്നു, അത് പൊട്ടി ഇന്ന് ഇങ്ങനെ ആയതാണ്. അവിടെയാണ് ജീവന്റെ ആദിസ്ഫുരണത്തിനുള്ള സർവ സൗകര്യങ്ങളും ഉണ്ടായിരുന്നത്. അവിടെ ജീവന്റെ ആദിസ്ഫുരണം ഉണ്ടായി. ക്രമേണ 1000 ആണ്ടുകളിലൂടെ അത് പരിണമിച്ചിട്ട് വൃക്ഷങ്ങളും വള്ളികളും അതേപോലെ തന്നെ മൃഗങ്ങളും പക്ഷികളും ഒക്കെയായി. പിന്നെ മനുഷ്യനുണ്ടായി. ആ മനുഷ്യനാവുന്നത് എപ്പോഴാണ്? സംസാരിച്ചു തുടങ്ങുമ്പോഴാണ്. അപ്പോഴാണ് ചിന്തയുണ്ടെങ്കിൽ, മനസ്സിൽ ചിന്തയുണ്ടെങ്കിൽ പിന്നെ സംസാരിക്കാനുള്ള, അത് പ്രകാശിപ്പിക്കുവാനുള്ള ആഗ്രഹമുണ്ടാകും. അങ്ങനെ സംസാരിച്ചു തുടങ്ങും. അപ്പോഴേ മനുഷ്യനാവുള്ളൂ. അങ്ങനെ മനുഷ്യൻ ആദ്യമായി സംസാരിച്ചു തുടങ്ങിയ ഭാഷ ഉണ്ട്. അതിനെ കണ്ടെത്താൻ പറ്റും. അദ്ദേഹം പറയാണ്, ഇന്നത്തെ ഈ ശാസ്ത്രകാരന്മാർ ഇതൊന്നും കണ്ടെത്താൻ പറ്റൂല എന്ന് പറയുന്നത് അബദ്ധം. അതിനെ കണ്ടെത്താൻ പറ്റും. അതിനെ എങ്ങനെ നമ്മൾ കണ്ടെത്തും? ഈ മനുഷ്യൻ ആദ്യം എങ്ങനെ സംസാരിച്ചു തുടങ്ങി എന്ന് നമ്മളുടെ ഇന്നത്തെ ഭാഷയുടെ, ഇന്നത്തെ വ്യവഹാരങ്ങളുടെ, നമ്മുടെ പാണിനി തുടങ്ങിയതായ സംസ്കൃത പണ്ഡിതന്മാരുടെയും തൊൽക്കാപ്യർ തുടങ്ങിയതായ തമിഴ് വൈയാകരണന്മാരുടെയും എല്ലാം ഗ്രന്ഥങ്ങളെല്ലാം പഠിച്ചു വെച്ചുകൊണ്ട് അതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ലോകഭാഷകളെ മുഴുവൻ വെച്ചിട്ട് അപഗ്രഥിച്ചാൽ മതി. അദ്ദേഹം ഒരു വലിയൊരു സിദ്ധാന്തം ഇവിടെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കും. അദ്ദേഹം പറയും, ഈ ലോകത്തിൽ എന്തും, ഭൗതികമായാലും ശരി, മാനസികമായാലും ശരി, ബൗദ്ധികമായാലും ശരി, ശാരീരികമായാലും ശരി, അത് ഭൗതികതയുടെ ഒരു ഭാഗമാണ്. എന്തും ലളിതമായേ തുടങ്ങൂ. ക്രമേണ അനുഭവങ്ങളിലൂടെ, പരീക്ഷണങ്ങളിലൂടെ സങ്കീർണത ആർജിച്ചിട്ട് അങ്ങേയറ്റം പുരോഗമിച്ച സങ്കീർണമായ, പ്രബലമായ, ശക്തമായ വസ്തുവായി മാറും. നമുക്കറിയാലോ, നമ്മൾ ചെറിയ ഉരുണ്ട വസ്തുക്കൾ, ഗോലി തുടങ്ങിയതായ ഉരുണ്ട വസ്തുക്കൾ, പുന്നക്ക തുടങ്ങിയതായ ഉരുണ്ട വസ്തുക്കൾ മനുഷ്യൻ തട്ടി ഉരുട്ടി. പിന്നീടാണ് അതിനെ തട്ടി ഉരുട്ടിയിട്ട് പിന്നീടാണ് പന്ത് ഉണ്ടാക്കാൻ പഠിച്ചത്, പിന്നീടാണ് ചക്രം ഉണ്ടാക്കാൻ പഠിച്ചത്, പിന്നെയാണ് ചക്രങ്ങൾ ഘടിപ്പിച്ച വണ്ടി ഉണ്ടാക്കിയത്, കാളവണ്ടി ഉണ്ടാക്കിയത്, കൈവണ്ടി ഉണ്ടാക്കിയത്. പിന്നെ നമ്മൾ യന്ത്രവൽകൃതമായ കാറുകൾ ഉണ്ടാക്കി.
ഇന്ന് ചലിക്കുന്ന വലിയ കൊട്ടാര സദൃശമായ കാറുകൾ ഉണ്ടാക്കി. എന്ന് മാത്രമല്ല, നമ്മൾ ആകാശത്തുകൂടി പറക്കാൻ തുടങ്ങി. എന്ന് മാത്രമല്ല, ഗോളാന്തരങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നു. നമ്മൾ ആദ്യം ഗോളാന്തരങ്ങളിലേക്ക് യാത്ര ചെയ്യാനല്ല പഠിച്ച്, ആദ്യം ഇങ്ങ് വട്ടുരുട്ടിയാ പഠിച്ച്. അങ്ങനെ എന്തും ലളിതമായി തുടങ്ങിയിട്ടാണ് അത്യന്ത സങ്കീർണമായി മാറുന്നത്. ഇത് മറന്നു പോകരുത് എന്ന് അദ്ദേഹം വീണ്ടും പ്രത്യേകമായിട്ട് പറഞ്ഞു വെക്കും. ഭാഷയുടെ ഉൽപ്പത്തി അങ്ങനെ തന്നെ. ഭാഷ ഉണ്ടാകുന്നത് ലളിതമായിട്ടാണ്. ഇന്ന് കുഞ്ഞുങ്ങളെ ഭാഷ പഠിപ്പിക്കാൻ 2-3 സൗകര്യങ്ങളുണ്ട്. ഒന്ന്, കുഞ്ഞുങ്ങൾക്ക് മുതിർന്ന ആളുകൾ സംസാരിക്കുന്നത് കേട്ട് ഉൾക്കൊള്ളാം. അവർക്ക് എന്തും പഠിക്കാനുള്ളതായ കഴിവുണ്ട്. ആ കഴിവിന് ഇതാ മുന്നിൽ മാതൃകയുണ്ട്, ആ മുതിർന്ന ആളുകളുടെ സംഭാഷണം. രണ്ടാമത്, അച്ഛനമ്മമാരും അടുത്ത ബന്ധുക്കളും കുഞ്ഞുങ്ങളെ കൊഞ്ചിച്ച് കുഴയിക്കുന്ന ആ സമയത്തിൽ ഓരോരോ വാക്കുകളായിട്ട് പറഞ്ഞു കൊടുത്ത് കുഞ്ഞുങ്ങളെ കൊണ്ട് പറയിക്കും. അങ്ങനെ പഠിപ്പിച്ചെടുക്കും. അന്ന് ഇതിനൊന്നും ആരുമില്ല, അന്നൊരു ഭാഷയുമില്ല കേൾക്കാനായിട്ട്. ആ സമയത്ത് മനുഷ്യൻ എങ്ങനെ സംസാരിക്കും? അത്യന്ത ലളിതമായി സംസാരിക്കും. ഇന്നത്തെ കുഞ്ഞുങ്ങൾ എങ്ങനെ സംസാരിച്ചു തുടങ്ങുന്നു എന്നത് നാം പരീക്ഷിച്ചാൽ മതി. ഏതൊരു കുഞ്ഞും ജനിച്ച മാത്രയിൽ ആ എന്നാണ് ഉച്ചരിക്കുക. കുഞ്ഞിന്റെ കരച്ചിൽ അകാരമാണ്. അത് നമ്മൾ കേൾക്കുമ്പോഴത്തേ ഏതാണ്ട് പോലെ തോന്നും. അത് എന്തുകൊണ്ട് അങ്ങനെയല്ല ആയാണ് എന്നുള്ളതിന് വളരെ വിശദമായിട്ട് വ്യാകരണ ബലത്തില്, അതേപോലെ തന്നെ നമ്മുടെ ഉച്ചാരണ അവയവങ്ങളുടെ എല്ലാം ബലത്തില്, ഈ പാണിനീയത്തിന്റെ പാണിനീയ ശിക്ഷ, ഉച്ചാരണ വ്യവസ്ഥ, അതിന്റെ ബലത്തില് ചട്ടമ്പിസ്വാമികൾ വിശദമായിട്ട് എഴുതി വയ്ക്കും. ആ എന്ന് ആദ്യം ഉച്ചരിക്കും. അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ കണ്ണ് ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ ഉറപ്പിച്ചിട്ട് അവരെ കാണുമ്പോൾ ചിരിക്കാൻ തുടങ്ങും. അങ്ങനെ ഈ എന്ന് ഉച്ചരിച്ചു തുടങ്ങും. അത് കഴിയുമ്പോൾ കുഞ്ഞിന് കുറെ കൂടി വളരാൻ തുടങ്ങുമ്പോഴേക്കും ഭയം എന്നുള്ള ഒരു വികാരം വരും. അപ്പോൾ ഏതിനെ ഭയക്കുന്നോ അതിനെ ആസ്പദമാക്കിക്കൊണ്ട് ഊ എന്ന് ഉച്ചരിക്കും. ഇങ്ങനെ ആ എന്ന് ആദ്യത്തെ ഉച്ചാരണം, ഈ എന്ന് രണ്ടാമത്തെ ഉച്ചാരണം, ഊ എന്ന് പിന്നീട്. ഇതിൽ നിന്നിട്ടാണ് ബാക്കി എല്ലാ സ്വരങ്ങളും ഉണ്ടാവണേ. ഇതിൻ്റെ വൈചിത്രങ്ങളും വൈവിധ്യങ്ങളും കൊണ്ടാണ്. അദ്ദേഹം പറയും, ഇതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ ആദ്യം ഉച്ചരിക്കുന്ന ആ, പിന്നെ ഈ, പിന്നെ ഊ. അതുകൊണ്ടാണ് പാണിനി മഹർഷി മാഹേശ്വര സൂത്രം നമുക്ക് അനുഗ്രഹിച്ചു തരുമ്പോൾ ആ മാഹേശ്വര സൂത്രം ഐ ഊണ് എന്നാണ് തുടങ്ങുക. ഐ ഊണ് റിലേക്ക് ഓങ്ങ ഉച്ച എന്നാണല്ലോ മാഹേശ്വര സൂത്രം. ഐ ഊണ് സകല സ്വരങ്ങളും ആ, ഈ, ഊ ഇതിനകത്ത് നിൽക്കുന്നു. ബാക്കി ഇതിനെ പല പ്രകാരത്തിലുള്ള ഉച്ചാരണ വ്യത്യാസങ്ങൾ വരുത്തി ഉണ്ടാക്കുന്നതാണ് എയും ഓയും ഐയും ഔവും. യൂറോപ്യൻ ഭാഷകളിൽ ഈ പറഞ്ഞവയ്ക്ക് ഇടയ്ക്കുള്ള പല പല ഉച്ചാരണ ഭേദങ്ങൾ കാണും. എല്ലാം ആ, ഈ, ഊ ഇവയ്ക്ക് അകത്തുള്ള വിവിധങ്ങളായിട്ടുള്ള ഉച്ചാരണങ്ങൾ മാത്രമാണ്. ലോകത്തെ ഏതൊരു മനുഷ്യനും സ്വരങ്ങൾ ഇതിനകത്തെ ആ, ഈ, ഊ ഇതിനകത്തെ ഉച്ചരിക്കാൻ പറ്റൂ. വ്യത്യസ്തമായ രീതികളിൽ വ്യത്യസ്തമായ സ്ഥാനങ്ങളിൽ വെച്ച് ഉച്ചരിക്കും, അത്രയേ ഉള്ളൂ. ഇങ്ങനെ ലളിതമായ സ്വരങ്ങൾ. പിന്നെയോ കുഞ്ഞ് ആ എന്ന് ഉച്ചരിച്ചിട്ട് പിന്നെ ചുണ്ടുകോട്ടുമ്പോഴേക്കും എന്നൊരു ശബ്ദം കേൾക്കും. അത് പിന്നെ കുറെ കൂടി വളർന്നു വരുമ്പോഴത്തേക്കും ചുണ്ടിത്തിരി ബലപ്പിച്ച് കോട്ടും. അപ്പോഴത്തേക്കും മാ എന്നുള്ളത് കേൾക്കപ്പെടും. അങ്ങനെ കൊച്ചു അമ്മ 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 എന്നിങ്ങനെ സംസാരിച്ച് വിളിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. കുഞ്ഞുങ്ങളുടെ സംഭാഷണം ശ്രദ്ധിക്കണം. അമ്മ 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 അങ്ങനെയാണ് കുഞ്ഞുങ്ങൾ. അത് ഇന്ത്യക്കാരനായാലും ശരി, ഈ ലോകത്തിൽ ഏത് നാട്ടിലുള്ള ഭാഷ സംസാരിക്കുന്ന ആളുകളുടെ സന്താനങ്ങളായിട്ടുള്ള കുഞ്ഞുങ്ങളായാലും ശരി, എല്ലാ കുഞ്ഞുങ്ങളും ഇങ്ങനെ ഉച്ചരിച്ചു തുടങ്ങാൻ പറ്റൂ. അതുകൊണ്ടാണ് ഇന്റർനാഷണൽ ഫോണറ്റിക് ആൽഫബറ്റ് ഒക്കെ ഉണ്ടാവുന്നത്. കാരണം മനുഷ്യന്റെ ശബ്ദ ഉച്ചാരണ വ്യവസ്ഥയ്ക്ക് അതിനെ നിയന്ത്രിക്കുന്നതായ ഘടകം നമ്മുടെ വാഗീന്ദ്രിയമാണ്. ആ വാഗീന്ദ്രിയങ്ങളെ കുറിച്ചുള്ള സമ്പൂർണ്ണ പഠനമാണ് പാണിനീയ ശിക്ഷയ്ക്കകത്ത് കിടക്കുന്നതും. നാരദീയ ശിക്ഷ അത് പാണിനീയ ശിക്ഷയ്ക്ക് മുമ്പാണ്. ശിക്ഷാശാസ്ത്രം എന്ന് വെച്ചാൽ ഉച്ചാരണശാസ്ത്രം, ഫോണറ്റിക്സ് ആൻഡ് ഫോണിമിക്സ്, അതാണ് ആ നാരദീയ ശിക്ഷയ്ക്കകത്തും പിന്നീട് പാണിനീയ ശിക്ഷയ്ക്കകത്തും കിടക്കുന്നത്. ആ നാരദീയ ശിക്ഷയുടെ വേറൊരു ബ്രാഞ്ചാണ് സംഗീതശാസ്ത്രം. ഒന്ന് ഭാഷാശാസ്ത്രം, മറ്റേത് സംഗീതശാസ്ത്രം. അപ്പോൾ ഇങ്ങനെ ക്രമേണ മാ എന്ന് ഉച്ചരിക്കാൻ തുടങ്ങും. ഇതേപോലെ അമ്മ എന്നാകും. ഇതേപോലെ അപ്പ
ഈ ചുണ്ട് കുറെ കൂടി ഉറപ്പിച്ച് പിടിച്ചിട്ട് തുറന്നു വിടുമ്പോഴത്തേക്കും പ എന്നുള്ളത് കേൾക്കും. ഇങ്ങനെ അപ്പ, അച്ഛ, അക്ക ഇങ്ങനെയുള്ള ലളിതമായിട്ടുള്ള വാക്കുകൾ കേൾക്കും. ഇങ്ങനെയാണ് ഏതു കുഞ്ഞും ലോകത്ത് സംസാരിച്ചു വരുന്നത്. കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയുള്ള വർണ്ണങ്ങൾ, എളുപ്പത്തിൽ ഉച്ചരിക്കാവുന്ന വർണ്ണങ്ങളെ ആദ്യം ഉച്ചരിക്കാൻ പറ്റൂ. സംസ്കൃതത്തിന്റെ ലിപി എടുത്ത് നോക്കുമ്പോഴേക്കും, ലിപിമാല നോക്കുമ്പോൾ നമുക്കറിയാം, അതിന്റെ വർഗാക്ഷരം എടുത്താൽ തന്നെ ഖരം, അതിഖരം, മൃദു, ഘോഷം, അനുനാസികം. ഇതിലെ ഘോഷാക്ഷരങ്ങൾ അത് കുഞ്ഞുങ്ങൾക്ക് ഉച്ചരിക്കാൻ പറ്റൂല. ഇത്തിരി വലുതാവണം, എന്നിട്ട് പഠിപ്പിച്ചു കൊടുക്കണം, കേട്ട് പഠിക്കണം. കുഞ്ഞുങ്ങള് ഉത്തരേന്ത്യയിലുള്ള കുഞ്ഞുങ്ങൾക്ക് കേട്ട് പഠിക്കാൻ പറ്റും. മാത്രമല്ല അച്ഛനമ്മമാര് പഠിപ്പിച്ചും കൊടുക്കും. അവിടെയുള്ള സാധാരണക്കാരെല്ലാം ഘോഷം നന്നായിട്ട് ഉച്ചരിക്കും. മലയാളികൾ ഘോഷം പറയില്ല, മലയാളികളുടെ ഉച്ചാരണത്തിൽ അതില്ല. അതിഖരമായിട്ടാണ് ഘോഷത്തെയും മലയാളികൾ ഉച്ചരിക്കുക. മുഖവും മേഘവും ഒന്ന് തന്നെ നമുക്ക്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ എഴുതുമ്പോഴേക്കും അക്ഷരത്തെറ്റൊക്കെ വരും അതിന്. കാരണം ഘ ഏത് ഖ ഏത് എന്ന് തിരിച്ചറിഞ്ഞൂടാ. അത് സാധാരണ ഉച്ചരിച്ച് സ്കൂളിലോ കോളേജിലോ പഠിപ്പിക്കാറില്ല. കാരണം മലയാളിയുടെ ഉച്ചാരണത്തിൽ ഘോഷങ്ങളില്ല. അപ്പോ ഘ ഝ ഢ ധ ഭ മലയാളിയുടെ ഉച്ചാരണത്തിലില്ല. ഇത് പ്രത്യേക പരിശീലനം വേണം. മലയാളിയെ ഉച്ചരിച്ച് പഠിപ്പിച്ചാൽ പോലും മലയാളം പറയുമ്പോൾ വീണ്ടും അത് അതിഖരമായി പോകും. എന്നാൽ നോർത്ത് ഇന്ത്യയിൽ അങ്ങനെയല്ല. അവര് കുഞ്ഞുനാളിലെ അത് പഠിക്കുന്നുണ്ട്. അത് പക്ഷേ തുടക്കത്തിൽ കുഞ്ഞുങ്ങൾക്ക് പറ്റൂല. ഇതേപോലെ അതിഖരങ്ങളും മലയാളികൾ നേരെ ഉച്ചരിക്കില്ല. അധികം പേരുടെ അതിഖരങ്ങളെല്ലാം ഖരമായി മാറും, അല്ലെങ്കിൽ മൃദുവായി മാറും. അപ്പൊ ഇങ്ങനെ ഉച്ചരിക്കാൻ പ്രയാസമുള്ള വ്യഞ്ജനങ്ങൾ ശാഷാസായില് നമ്മൾ ശാഷാസ മലയാളികൾ പറയും, തമിഴര് പറയൂല. തമിഴർക്ക് ആകെ സാ മാത്രം മതി. ആ സാ പോലും എഴുതൂല, ചായ എഴുതൂ. നോർത്ത് ഇന്ത്യയിൽ ചെന്ന് കഴിഞ്ഞാൽ വടക്ക് പടിഞ്ഞാറൻ മേഖലയില് ശാഷാസ പറയും. അവിടുത്തെ ഹിന്ദിയിൽ ശാഷാസ കേൾക്കാം. എന്നാൽ വടക്ക് കിഴക്കൻ ഹിന്ദി, അതായത് പൂർവാഞ്ചൽ എന്ന് പറയും, ഉത്തർപ്രദേശിന്റെ കിഴക്കൻ ഭാഗം, അതുപോലെ ബീഹാർ, അവിടുന്ന് ജാർഖണ്ഡ് കിഴക്കൻ ഭാഗം, ആ കിഴക്കൻ ഭാഗത്ത് ഷായും ഷായും പറയൂല. അവര് ഭാഷ എന്ന് പറയില്ല, ഭാഷ എന്നേ പറയൂ. ശ്രദ്ധിച്ചോണ്ടാ മതി. ടി വിയിൽ നമ്മുടെ നേതാക്കന്മാർ സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചോണ്ടാ മതി. അവര് സായെ പറയൂ, ഷായും ഷായും പറയില്ല. ഹിന്ദിയിൽ ഷായും ഷായും ഒക്കെ നമുക്ക് എഴുതി തരാറുണ്ട്. കാരണം നമ്മൾ പഠിക്കുന്ന ഹിന്ദി ഘടി പോലെയാണ്, ഡൽഹിയിലെ ഹിന്ദിയാണ്. പക്ഷേ ഇങ്ങ് കിഴക്കൻ പൂർവാഞ്ചൽ മേഖലയില് സാ മാത്രമേ ഉള്ളൂ. അപ്പോ അത് ശാഷാസ ഊഷ്മാക്കള് ഉച്ചരിക്കാൻ പ്രയാസമുള്ളതാണ്. അത് പ്രത്യേകിച്ച് പരിശീലനം വേണം. ഇതാണ് ഹായും അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ ഉച്ചരിക്കാൻ പ്രയാസമുള്ള വർണ്ണങ്ങളിൽ ആദിമ മനുഷ്യൻ ഒരിക്കലും സംസാരിച്ചു തുടങ്ങില്ല. മാത്രമല്ല വേദങ്ങളിലോട്ട് ചെല്ലുമ്പോഴേ ഇതിനേക്കാളേറെ പ്രയാസം വരും. ഈ പറഞ്ഞ വർണ്ണങ്ങൾ മാത്രമല്ല, അതിലെ സ്വരോച്ചാരണം നമുക്ക് ബാല്യത്തിലെ വിധിപ്രകാരം പഠിപ്പിക്കാൻ ശേഷിയുള്ള അധ്യാപകന്റെ അടുത്ത് വേദോച്ചാരണം പഠിച്ചില്ലെങ്കിൽ, കേരളത്തിൽ വിരലിലെണ്ണാവുന്ന ആളുകളേ ഉള്ളൂ, വേദോച്ചാരണം പഠിച്ചില്ലെങ്കിൽ വേദങ്ങളിലെ സ്വരങ്ങൾ ഉച്ചരിക്കാൻ പറ്റൂല. കാരണം നമ്മൾ ആ ആ എന്ന് രണ്ട് രീതിയിൽ ആ ഉച്ചരിക്കൂ. ഈ ഊ ഇത്രയേ ഉള്ളൂ. നമുക്ക് പൊതുവിൽ അങ്ങനെ സാധ്യമാവുള്ളൂ. വേദത്തിൽ ആ ഉച്ചരിക്കുന്നത് 18 രീതിയിലാണ്. ഉദാത്ത, അനുദാത്ത, ഹ്രസ്വമായ, ദീർഘമായ, പിന്നെ പ്ലുതമായ, 3 മാത്രയോ അതിലേറെയോ. പ്ലുതമായ അത് നമുക്ക് മലയാളത്തിലില്ല. ഈ ഹ്രസ്വമായ കാരം പോലും ഉദാത്തം, അനുദാത്തം, സ്വരിതം എന്ന് 3 രീതിയിലാണ് ഉച്ചരിക്കുക. ദീർഘവും അങ്ങനെ തന്നെ, പ്ലുതവും അങ്ങനെ തന്നെ. അങ്ങനെ 9 രീതിയിലാവും. ഇത് തന്നെ അനുനാസിക സ്പർശത്തോടും ഉച്ചരിക്കും. അങ്ങനെ 18 രീതിയിലാണ് ആ ഉച്ചരിക്കുന്നത്. 18 രീതിയിലാണ് ഈ ഉച്ചരിക്കുന്നത്. 18 രീതിയിലാണ് ഊ ഉച്ചരിക്കുന്നത്. ഒന്ന് മാറി വേറൊന്നാകാൻ പാടില്ല വേദമന്ത്രങ്ങളിൽ. എങ്കിൽ അർത്ഥം മാറിപ്പോകും. അർത്ഥം തലകുത്തനെ പോലും ആയി പോകും. വലിയ കുഴപ്പമാണ്. അതുകൊണ്ട് വേദമന്ത്രങ്ങൾ ഉച്ചരിക്കാൻ ബാല്യത്തിലെ അത് പഠിപ്പിക്കാൻ ശേഷിയുള്ള പ്രത്യേക ഗുരുക്കന്മാർ, ആ ഗുരു സമ്പ്രദായത്തിൽ വന്ന ആളുകൾ, അവരുടെ മുന്നിലിരുന്ന് പഠിച്ചാലേ പറ്റൂ. എന്നാലേ അവയെല്ലാം വേർതിരിച്ച് കേൾക്കാനും പറ്റൂ. അങ്ങനെ വേദമന്ത്ര ഉച്ചാരണവും തുടക്കത്തില് ആദിമ ഭാഷയിൽ സാധ്യമേ അല്ല. ചട്ടമ്പിസ്വാമികൾ കൃത്യമായി പറയും.
ലും ആദിമ ഭാഷയിലില്ല. ല് പിൽക്കാലത്ത് സംസ്കൃതത്തിൽ കൃത്രിമമായി ഉണ്ടാക്കി ഈ കഴിഞ്ഞിട്ട് കൃത്രിമമായ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചതാണ് റും ലും. അത് വേദമന്ത്രങ്ങളിൽ മാത്രമുള്ളതാണ് ലും. അത് പിന്നീട് ലൗകിക സംസ്കൃതത്തിലോട്ടും വന്നു. പ്രാകൃതങ്ങളിൽ ല് ഇല്ല. അപ്പോ ഇതെല്ലാം വളരെ വിശദമായിട്ട് സ്വാമി സംസാരിക്കുന്നത് തൊൽക്കാപ്യത്തെ ആസ്പദമാക്കി, തൊൽക്കാപ്യത്തെ ആസ്പദമാക്കി, ഭവനന്ദിയുടെ നന്നൂലിനെ ആസ്പദമാക്കി, പാണിനിയുടെ അഷ്ടാധ്യായെ ആസ്പദമാക്കി, പതഞ്ജലിയുടെ മഹാഭാഷ്യത്തെ ആസ്പദമാക്കി, കാത്യായനന്റെ വാർത്തികത്തെ ആസ്പദമാക്കി, ഇതിനെല്ലാം ആസ്പദമാക്കിക്കൊണ്ടാണ് സ്വാമി ഇക്കാര്യങ്ങളെല്ലാം വിശദമായിട്ട് എഴുതുന്നത്. അത് അദ്ദേഹം ചുരുക്കി ഇതെല്ലാം അറിയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം ചുരുക്കി താർക്കികമായ മലയാള ഭാഷയിൽ വേറൊരാൾക്കും അതിനെ തെറ്റായി വ്യാഖ്യാനിക്കാൻ പറ്റാത്ത രീതിയിൽ അദ്ദേഹം എഴുതി വെച്ചിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ആദിമ മനുഷ്യൻ സംസാരിച്ചത് ശിശുഭാഷാ പഠനം എന്നുള്ളത് തുടങ്ങി വെച്ചത് വിദ്യാധിരാജ സ്വാമികളാണ്. ഇന്ന് ലിംഗ്വിസ്റ്റിഷ്യൻസ് ശിശുഭാഷാ പഠനം വലിയ ഒരു ബ്രാഞ്ചായിട്ട് കൊണ്ട് നടക്കുന്നു. ഇത് തുടങ്ങി വെച്ചത് വിദ്യാധിരാജ സ്വാമികളാണ്. ശിശുക്കൾ ഏത് ഭാഷയാണോ ഇന്നും സംസാരിച്ചു തുടങ്ങുന്നത്, ലോകത്ത് ഏത് നാട്ടിലുള്ള ശിശുവായാലും ആ രീതിയിൽ ശിശുഭാഷയ്ക്ക് ചേരുന്ന വർണ്ണങ്ങളുള്ള വാക്കുകളെ ആദിമ മനുഷ്യൻ സംസാരിച്ചു തുടങ്ങും. അച്ഛ, അമ്മ, അക്ക തുടങ്ങിയതായ ലളിതമായ പദങ്ങൾ മാത്രമേ അവരാദ്യം സംസാരിച്ചു തുടങ്ങൂ. ഈ ശിശുക്കളുടെ സംഭാഷണത്തിൽ ഇരിക്കുന്ന ലളിതമായ വർണ്ണങ്ങൾ ഇന്ന് ഏത് ഭാഷയിലുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ഭാഷയിലും ഉണ്ട്. പക്ഷെ അത് മാത്രമേ ഉള്ളതായ ഒരു ഭാഷയുണ്ട്, അത് ഇന്നത്തെ തമിഴാണ്. ഇന്നത്തെ തമിഴല്ല ആദിഭാഷ എന്ന് സ്വാമി പറഞ്ഞില്ല. പക്ഷെ ആദിഭാഷയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നിലവിലുള്ള ഭാഷ തമിഴാണ് എന്ന് പറയും. കാരണം ഈ ഊ തുടങ്ങിയ ശിശുക്കൾക്ക് എളുപ്പത്തിൽ ഉച്ചരിക്കാൻ കഴിയുന്ന സ്വരങ്ങളും അതേപോലുള്ള വ്യഞ്ജനങ്ങളും കാങ്ങ, ചാഞ്ഞ, ടാണ, താന്ന, പാമ തുടങ്ങിയ വ്യഞ്ജനങ്ങളും നമ്മുടെ ദ്രമിഡ സംഘാതാക്ഷര നിബദ്ധം യതുകമോന വൃത്തവിശേഷയുക്തം പാട്ട് എന്നൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്ന ആ ദ്രമിഡ സംഘാതം, അതാണ് ആദി ഭാഷയുടെ ഘടന. അത് ഇന്ന് അതേ പ്രകാരത്തിൽ കേൾക്കപ്പെടുന്നത് തമിഴിലാണ്. തമിഴല്ല ആദിഭാഷ, പക്ഷേ ആ വർണ്ണങ്ങളെല്ലാം തമിഴില് ഉണ്ട്, ആ രീതിയിലുള്ള പദങ്ങളും തമിഴിലുണ്ട്. അങ്ങനെ അതിനോടടുത്ത് നിൽക്കുന്ന ഭാഷയാണ് തമിഴ്. അതുകൊണ്ട് ഈ ആദിഭാഷയെ പ്രാചീന തമിഴ് എന്നും ആദിമ തമിഴ് എന്നും പ്രാചീന ദ്രാവിഡമെന്നും, കാരണം ഇത് ദ്രാവിഡ ദേശത്ത് തെക്കേ ഇന്ത്യയിലാണല്ലോ ജീവരാശി ഉണ്ടായത്, തെക്കേ ഇന്ത്യയിലാണല്ലോ മനുഷ്യനുണ്ടായത്. അപ്പോ ഈ തെക്കേ ഇന്ത്യയിലാണ് ആദിഭാഷയും പറയുന്നത്. അതുകൊണ്ട് തെക്കേ ഇന്ത്യക്ക് പിന്നീട് നമ്മൾ ദ്രാവിഡ ദേശം എന്ന് സംസ്കൃതം ഉണ്ടായതിനു ശേഷം പേരിട്ടു. ആ പേര് പുരസ്കരിച്ചിട്ട് ആദിദ്രാവിഡം, പ്രാചീന ദ്രാവിഡം, ആദി മാതൃഭാഷ എന്നെല്ലാം ഇതിന് പേരിടാം എന്ന് അദ്ദേഹം എടുത്തു പറയും. ദേശത്തെ പുരസ്കരിച്ച്, ലാളിത്യത്തെ പുരസ്കരിച്ച്, ഇങ്ങനെ ലളിതമായിട്ടാണ് ഭാഷയുടെ ഉൽപ്പത്തി. ക്രമേണ അത് ആയിരത്താണ്ടുകളിലൂടെ സങ്കീർണതയെ പ്രാപിച്ചു. അതായത് ഈ ആദിമ ഭാഷ, ആദിമാതൃഭാഷ, അത് അന്നത്തെ ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള വ്യവഹാരത്തിന് വേണ്ടുന്നതായ പദങ്ങളും ആ പദങ്ങൾക്ക് തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കാൻ അത്യാവശ്യം വേണ്ടുന്ന പ്രത്യയങ്ങളും ഒക്കെ ക്രമേണ വന്നു. അത് നൂറ്റാണ്ടുകളിലൂടെ, ആയിരത്താണ്ടുകളിലൂടെ വന്നതാണ്. പിന്നെ അങ്ങനെയുള്ള പദങ്ങൾ ചേർന്നുള്ള കൊച്ചു കൊച്ചു വാക്യങ്ങളും അങ്ങനെയുള്ള ആ ആദിഭാഷ, അതിലെ വർണ്ണവ്യവസ്ഥ ലളിതമായ വർണ്ണവ്യവസ്ഥയാണ്. വാക്കുകളുടെ വ്യവസ്ഥയും ലളിതമാണ്. അതിലെ വ്യാകരണവും ലളിതമാണ്. കാരണം ഉണ്ടായി വരികയാണ് ഭാഷ മനുഷ്യന്റെ ചിന്തയിലൂടെ. അതിന് എത്രയോ ആയിരത്താണ്ടുകൾ എടുത്തു, അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾ എടുത്തു. ക്രമേണ മനുഷ്യൻ ചെറുതും വലുതുമായ സംഘങ്ങളായിട്ട് ഭാരതത്തിന്റെ വടക്കോട്ട് ഇങ്ങനെ വ്യാപിക്കാൻ തുടങ്ങി. മനുഷ്യ ഒരിടത്ത് നിന്ന് വേറൊരിടത്തേക്ക് നീങ്ങുന്നത് പല പല കാരണങ്ങളാലാണ്. പുതിയ മേച്ചിൽപ്പുറങ്ങൾ അന്വേഷിച്ചിട്ട്, പുതിയ സൗകര്യങ്ങൾ അന്വേഷിച്ചിട്ട് അങ്ങനെയൊക്കെ അവർ സഞ്ചരിക്കും. അങ്ങനെ വടക്കോട്ട് പോകുമ്പോഴേക്കും അവര്
അതുവരെ ഈ സ്ഥലത്ത് നിന്നിട്ട് നേടിയതായ പരിജ്ഞാനങ്ങളെല്ലാം കൂടെ കൊണ്ടുപോയി, ഭാഷയും കൂടെ കൊണ്ടുപോയി. ആ ഭാഷ ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു, ഹിമാലയ പര്യന്തം വ്യാപിച്ചു. അവിടെ നിന്നിട്ട് വെളിയിലോട്ടും പോയി, അങ്ങ് പടിഞ്ഞാറോട്ട്, പേർഷ്യയിലോട്ട്, യൂറോപ്പിലോട്ട്, അറബിയിലോട്ട്, അങ്ങ് ചീനയിലോട്ട്, അങ്ങ് കിഴക്കൻ മേഖലയിലോട്ട് എല്ലാം പോയി മനുഷ്യർ. മൃഗങ്ങളെല്ലാം ഈ ദ്രാവിഡ ദേശത്ത് നിന്ന് ലോകമെമ്പാടും വ്യാപിച്ചതാണ്. വൃക്ഷങ്ങളെല്ലാം ഈ ദ്രാവിഡ ദേശത്ത് നിന്ന് ലോകത്ത് എമ്പാടും വ്യാപിച്ചതാണ്. ഇതേ വഴിയിൽ കൂടി റൂട്ട് ഇത് തന്നെ. പക്ഷികളെല്ലാം ഇവിടെ നിന്നിട്ട് ലോകമെമ്പാടും വ്യാപിച്ചതാണ്. മനുഷ്യനും ഇവിടെ നിന്ന് ലോകമെമ്പാടും വ്യാപിച്ചതാണ്. അദ്ദേഹം പറയും, വെളിയിൽ നിന്ന് ആരും ഇവിടെ വന്നില്ല. ആര്യൻ, ദ്രാവിഡന്മാരെ ഓടിച്ചുകൊണ്ട് ആര്യന്മാർ ഇങ്ങ് വന്നു. രണ്ടു കൂട്ടരും പരമശത്രുക്കളാണ്, ഇനിയും അങ്ങനെ തന്നെ തുടർന്നാൽ മതി എന്ന് നമ്മളെ പഠിപ്പിച്ച സായിപ്പിനുള്ള മറുപടി, വെളിയിൽ നിന്ന് ആരും ഇങ്ങോട്ടല്ല വന്നത്. കാരണം വെളിയില് ജീവരാശിക്ക് ഉണ്ടാകാൻ പറ്റൂല. ജീവന്റെ ആദിസ്ഫുരണത്തിനുള്ള വ്യവസ്ഥ ആർട്ടിക്കിലോ മെഡിറ്ററേനിയൻ തീരത്തോ ആര്യാവർത്തത്തിൽ പോലുമോ ഇല്ല. അതിനുള്ള വ്യവസ്ഥ, അതിനുള്ള സൗകര്യം ഇവിടെയുള്ളൂ. ഇവിടെയാണ് ജീവൻ ഉണ്ടായത്, ഇവിടെയാണ് മനുഷ്യനുണ്ടായത്. സകല ജീവരാശിയും ഇവിടെ നിന്നിട്ട് എമ്പാടും വ്യാപിച്ചു, മനുഷ്യനും ഇവിടെ നിന്നെമ്പാടും വ്യാപിച്ചു. ഇവിടെ നിന്നെമ്പാടും വ്യാപിക്കുന്ന മനുഷ്യൻ അവരെ ഭാഷയും കൊണ്ടുപോകുമ്പോഴേക്കും ഈ ഭാഷകൾ പുതിയ പുതിയ സ്ഥലങ്ങളുടെ പ്രത്യേകതകൾ കൊണ്ട്, പുതിയ പുതിയ ആവശ്യങ്ങൾ കൊണ്ട്, ഇവരുടെ മാനസികമായിട്ടുള്ള വികാസത്തിന്റെ പ്രത്യേകതകൾ കൊണ്ട് പല പ്രകാരത്തിലുള്ള പരിണാമങ്ങൾ ഭാഷയ്ക്കുമുണ്ടായി. അങ്ങനെ ആ ഭാഷ ക്രമേണ പരിണമിച്ച ഭാഷ തലമുറകളിലൂടെ ഇങ്ങനെ കൈകാര്യം ചെയ്ത് പകർന്നും വന്നു. അങ്ങനെ ഉത്തരേന്ത്യയില് ആയിരത്താണ്ടുകളിലൂടെ പ്രാകൃതങ്ങൾ എന്ന് നാം വിളിക്കുന്ന ഭാഷകളുണ്ടായി. പ്രാകൃതം എന്നുള്ള വാക്ക് സംസ്കൃതമാണെങ്കിലും മലയാളത്തിൽ അതിന് മോശമായ അർത്ഥമാണ്. അങ്ങനെ മോശപ്പെട്ടതെന്നുള്ളതല്ല പ്രാകൃത ശബ്ദത്തിന്റെ അർത്ഥം. നാച്ചുറൽ എന്നാണ് സംസ്കൃത ഭാഷയില് പ്രാകൃതത്തിന്റെ അർത്ഥം. അങ്ങനെ സ്വാഭാവികമായ സംഭാഷണ ഭാഷ ഉത്തരേന്ത്യയിലുണ്ടായി. ശബരസേനി, മാഗധി, അർദ്ധമാഗധി, മഹാരാഷ്ട്രീ, ഗുർജരി തുടങ്ങിയതായ പ്രാകൃത ഭാഷകൾ ഉണ്ടായി. ആ പ്രാകൃത ഭാഷകൾ, ജനങ്ങൾ സംസാരിച്ചു വന്ന ഭാഷകൾ പരിണമിച്ചാണ് ഇന്നത്തെ ഉത്തരേന്ത്യൻ ഭാഷകൾ ഉണ്ടായത്. ഇത് മുഴുവൻ ഈ വ്യാകരണ ഗ്രന്ഥങ്ങളെ ആസ്പദമാക്കി, അതിലെ സിദ്ധാന്തങ്ങളെ ആസ്പദമാക്കി, തൊൽക്കാപ്യവും നന്നൂലും എല്ലാം നന്നായി അറിഞ്ഞാലേ സ്വാമികൾ പറയുന്ന തമിഴിന്റെ സിദ്ധാന്തങ്ങൾ നമുക്ക് പിടികിട്ടു. അതേപോലെ തന്നെ പാണിനീയത്തെയും പതഞ്ജലിയുടെ മഹാഭാഷ്യത്തെയും വാർത്തികത്തെയും ആസ്പദമാക്കി, അതേപോലെ ഭർതൃഹരിയുടെ വാക്യപദീയത്തെ ആസ്പദമാക്കി അതിലെ സിദ്ധാന്തങ്ങളെല്ലാം, നിയമങ്ങളെല്ലാം ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇതെല്ലാം പറയുന്നത്. വെറുതെ ഇങ്ങനെ ഒരു പ്രസംഗം നടത്തുകയായിരുന്നില്ല അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഒരൊറ്റ വാക്ക് പോലും ഇളക്കി മറിക്കാനാവില്ല. അങ്ങനെ ആദിദ്രാവിഡത്തിൽ നിന്ന്, അഥവാ ആദിമ തമിഴ് എന്ന് വെച്ചാൽ ഈ തമിഴിനും മുമ്പുള്ള തമിഴ്, ഈ ദ്രാവിഡ ഭാഷയ്ക്കും മുമ്പുള്ള ദ്രാവിഡ ഭാഷ, അതാണ് ആദിദ്രാവിഡം, ആദിമ തമിഴ്. പലരും വിചാരിക്കും ഈ തമിഴാണ് ആദിഭാഷ എന്ന് ചട്ടമ്പിസ്വാമികൾ പറഞ്ഞു വെച്ചിരിക്കുന്നു. അങ്ങനെയാണ് എല്ലാവരുടെയും വിചാരം. പലരും എന്നോട് അങ്ങനെ തന്നെ പറഞ്ഞു. ഇത് തമിഴിനെ മറ്റുള്ളവരുടെ പുറത്ത് അടിച്ചേൽപ്പിക്കാൻ, തമിഴിന്റെ സൂപ്രമസി സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുതന്ത്രമാണ് എന്നും വലിയ വലിയ ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കാരണം അവർ ധരിച്ചു വെച്ചിരിക്കുന്നത് ഇന്നത്തെ തമിഴാണ് ആദിഭാഷയെന്ന് ചട്ടമ്പിസ്വാമികൾ എഴുതി വെച്ചിരിക്കുന്നു അല്ല. ഇന്നത്തെ തമിഴ് വളരെയേറെ ആയിരത്താണ്ടുകളുടെ പരിണാമത്തിലൂടി, ആ പരിണാമത്തിന് നേതൃത്വം വഹിച്ച ആളുകൾ അഗത്തിയർ, അതേപോലെ തൊൽക്കാപ്പിയർ, ഭവനന്തി, അതേപോലെ തിരുക്കുറൽ എഴുതിയ തിരുവള്ളുവർ, നമ്മളുടെ രാജകുമാരൻ, ഇളങ്കോടികൾ, കമ്പർ, ഇങ്ങനെയുള്ള അതിപ്രഗത്ഭന്മാര്, നായനാരന്മാര്, അവരുടെ കൃതികൾ, നാൾവാരന്മാര്, അവരുടെ കൃതികൾ. അതിലൊരാള് കേരളത്തുകാരനാണ്, അത് നമ്മൾ ഓർക്കണം. കുലശേഖരാൾവാർ, അദ്ദേഹത്തിന്റെ തമിഴ് കൃതിയുണ്ട്. അങ്ങനെയുള്ള അതിപ്രഗത്ഭന്മാര് പോഷിപ്പിച്ച് അത്യധികം മനോഹരവും സുന്ദരവും കരുത്തുറ്റതുമാക്കി തീർത്ത തമിഴാണ് ഇന്ന് നിലവിലുള്ളത്. ഈ തമിഴ് അന്നത്തെ ആളുകൾക്ക് സംസാരിക്കാൻ പറ്റൂല, അവർക്ക് അറിഞ്ഞുകൂടാ, അവർക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ യാതൊരു വ്യവസ്ഥയും ഇല്ല. അവർ ക്രമേണ പൂജ്യത്തിൽ നിന്ന് സംസാരിച്ച് ഭാഷ രൂപപ്പെടുത്തിയെടുക്കുകയാണ്. അതാണ് തമിഴിന്റെ ആദിമ രൂപം, ആദിമ തമിഴ്, ആദിദ്രാവിഡം,
പ്രാചീന ദ്രാവിഡം, പ്രാചീന, ആദി തുടങ്ങിയ, ആദിമ തുടങ്ങിയ വിശേഷണങ്ങളുടെ അർത്ഥം നാം കൃത്യമായും മനസ്സിലാക്കണം. ഇങ്ങനെ ആദിമ തമിഴിൽ നിന്ന് ഈ ലോകത്തുള്ള സർവഭാഷകൾ, ഇനി ആദിമ തമിഴിൽ നിന്ന് പ്രാകൃതങ്ങൾ, പ്രാകൃതങ്ങളിൽ നിന്ന് വൈദിക സംസ്കൃതം, പ്രാകൃതങ്ങൾ സംസാരിച്ചിരുന്ന നമ്മുടെ വലിയ കാരണവന്മാരാണ് വേദമന്ത്രങ്ങൾ ദർശിച്ചിട്ട് ആ വേദമന്ത്രങ്ങളെ നമുക്ക് തന്നത്. വൈദിക സംസ്കൃതം, സംസ്കൃതം പഠിച്ച ആളുകൾക്കും അത് മനസ്സിലാവില്ല, അത് പ്രത്യേകം പഠിക്കണം. വൈദിക സംസ്കൃതം, അതിന്റെ ഉച്ചാരണ വ്യവസ്ഥയെക്കുറിച്ച് നേരത്തെ പറഞ്ഞു. അകാരം പോലും 18 രീതിയിൽ, അകാരവും ഇകാരവും ഉകാരവും ഒക്കെ 18 രീതിയിൽ, എ ഓ ഐ ഔ ഒക്കെ 12 രീതിയിൽ. ഒന്ന് മാറി വേറൊന്നും ഉച്ചരിക്കാൻ പാടില്ല, എങ്കിൽ അർത്ഥം മാറിപ്പോകും, മന്ത്രം തെറ്റിപ്പോകും. അങ്ങനെയുള്ള അത്യന്തം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആ വൈദിക സംസ്കൃതം, അത് ഈ പ്രാകൃതങ്ങൾ സംസാരിച്ചിരുന്ന നമ്മുടെ ഋഷിമാര് വേദമന്ത്രങ്ങൾ കണ്ടു ചൊല്ലിയതാണ്. അങ്ങനെ പ്രാകൃതങ്ങളിൽ നിന്ന് വൈദിക സംസ്കൃതം, ആ വൈദിക സംസ്കൃതത്തില് ഋല് തുടങ്ങിയതായ സ്വരങ്ങൾ വന്നു. അതേപോലെ തന്നെ മറ്റനേകം സന്ധി വ്യവസ്ഥകൾ വന്നു. അതേപോലെ മറ്റനേകം കൂട്ടക്ഷരങ്ങൾ വന്നു. ഈ പ്രാകൃതങ്ങളില്ലാത്ത കൂട്ടക്ഷരങ്ങളൊക്കെ അതിനകത്ത് വരും, പ്രാകൃതങ്ങളില്ലാത്തതായ സന്ധി വ്യവസ്ഥകളൊക്കെ അതിനകത്ത് വരും. അപ്പോ ഇത് വൈദിക സംസ്കൃതം പിന്നീട് ഉണ്ടായതിന്റെ തെളിവായിട്ട് ഇതെല്ലാം ചട്ടമ്പിസ്വാമികൾ ചൂണ്ടിക്കാണിക്കും. അങ്ങനെ വൈദിക സംസ്കൃതം, ആ വൈദിക സംസ്കൃതം പഠിച്ച ആളുകൾ ഋഷിമാരുടെ ആശ്രമങ്ങളിൽ വെച്ചാണ് വിദ്യാർത്ഥികൾ അവിടെ പോയി പഠിച്ചിരുന്നത്. ആ വിദ്യാർത്ഥികളും ഋഷിമാരും എല്ലാം ചേർന്ന് ആ വൈദിക സംസ്കൃതത്തിന്റെ ചട്ടക്കൂടില് പ്രാകൃതങ്ങളെ പരിഷ്കരിച്ചെടുത്തതാണ് ലൗകിക സംസ്കൃതം. അതിലാണ് വാൽമീകി എഴുതിയത്, അതിലാണ് വ്യാസൻ എഴുതിയത്. ആ ലൗകിക സംസ്കൃതത്തിൽ, ആ ലൗകിക സംസ്കൃതത്തിലാണ് കാളിദാസൻ എഴുതിയത്. ആയിരത്താണ്ടുകളിലൂടെയാണ് ഈ പ്രാകൃതങ്ങളെ വൈദിക സംസ്കൃതത്തിന്റെ രീതിയിൽ പരിഷ്കരിച്ച് ലൗകിക സംസ്കൃതം ഉണ്ടാക്കിയത്. അതുകൊണ്ട് ക്രമേണയാണ് അത് നടന്നു വന്നത്. അതിന്റെ എല്ലാം തെളിവുകൾ ഈ ഓരോരോ കാലഘട്ടങ്ങളിലുണ്ടായ കൃതികളിൽ കൂടി നമുക്ക് കാണാം. ആ കൃതികൾ വളരെയേറെ നമുക്കിന്ന് ലഭ്യമാണ്. അതിൽ ഒരുപാട് പ്രയോഗങ്ങളൊക്കെ അപാണിനീയമാണ് എന്ന് നമ്മൾ പറയും. പാണിനി അംഗീകരിക്കുന്നില്ല. കാരണം പാണിനീയ വ്യാകരണം ഈ പരിഷ്കരണ പ്രക്രിയ പൂർണ്ണമായതിനു ശേഷം ഉണ്ടായതാണ്. ഇന്നേക്ക് 3000 വർഷങ്ങൾക്ക് മുമ്പ്. പിന്നെ മാറ്റമില്ല. സംസ്കൃതത്തിന്റെ വികസനം പൂർണ്ണമായി കഴിഞ്ഞു. അതിനു മുമ്പ് 8 വ്യാകരണങ്ങൾ സംസ്കൃതത്തിനുണ്ടായി. ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിന് ആവശ്യമായിട്ടുള്ള വ്യാകരണങ്ങൾ ഉണ്ടായി. ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ധാരാളം കൃതികളുണ്ട്. ഈ വാൽമീകി രാമായണത്തിലെ അപാണിനീയ പ്രയോഗങ്ങൾ ധാരാളമുണ്ട്. വ്യാസന്റെ മഹാഭാരതത്തിലെ അപാണിനീയ പ്രയോഗങ്ങൾ ധാരാളമുണ്ട്. കാളിദാസൻ പോലും പാണിനിക്ക് ശേഷമാണ് അപാണിനീയ പ്രയോഗങ്ങൾ ധാരാളം നടത്തിയിട്ടുണ്ട്. കാളിദാസൻ പോലും അത് കാവ്യത്തിന്റെ സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് പലയിടത്തും അദ്ദേഹം ആ നിയമങ്ങൾ ലംഘിച്ചു പോകും. ഇങ്ങനെ ആ പ്രാകൃതങ്ങളെ പരിഷ്കരിച്ച് വൈദിക സംസ്കൃതത്തിന്റെ വെളിച്ചത്തിൽ പരിഷ്കരിച്ച് ഉണ്ടാക്കിയതാണ് ലൗകിക സംസ്കൃതം. ഇത് അദ്ദേഹം തരുന്ന വളരെ വ്യക്തമായ, വളരെ തെളിവുകളോടുകൂടി അദ്ദേഹം പകർന്നു തരുന്ന ഏറ്റവും വലിയ ശാസ്ത്രം. ആദ്യം യുക്തിയിലൂടെ, ജീവരാശി ഉണ്ടായത് ഈ കുമരിക്കണ്ടത്തിലാണ് എന്ന് പറയുന്നത് യുക്തിയിലൂടെ. അതേപോലെ തന്നെ ഇന്നത്തെ ഭൂമിശാസ്ത്രത്തിലൂടെ, അഗസ്ത്യരുടെ ഭൂമിശാസ്ത്രത്തിലൂടെ, ഇന്നത്തെ ഭൗമശാസ്ത്രജ്ഞന്മാരുടെ കണ്ടെത്തൽ ചട്ടമ്പിസ്വാമികൾക്ക് ശേഷം, അത് നമുക്കത് ചട്ടമ്പിസ്വാമികൾ പറഞ്ഞത് ശരിയാണെന്ന് കാണിച്ചു തരുന്നു. ആദ്യം ജീവരാശി മനുഷ്യനുണ്ടായത് അവിടെയാണ്, ഭാഷയുണ്ടായത് അവിടെയാണ്, ഭാഷയ്ക്കുണ്ടായ പരിണാമം ഇങ്ങനെയുമാണ്. ഇത് ഒരക്ഷരം പോലും നമുക്ക് മാറ്റിമറിക്കാൻ സാധ്യമല്ല. ഇതാണ് ചട്ടമ്പിസ്വാമികളുടെ ആദിഭാഷ. അദ്ദേഹം പറയും, ദ്രാവിഡനെന്നും ആര്യനെന്നും 2 വർഗമില്ല. ഈ ലോകത്തിലുള്ള സമസ്ത മനുഷ്യരും ഒരൊറ്റ വർഗം, എല്ലാവരും ഇവിടെ നിന്ന് പോയവർ, ഒരൊറ്റ വർഗമേ ഉള്ളൂ. ലോകം ഒരു കുടുംബം, വസുധൈവ കുടുംബകം എന്ന ലോകശാന്തിക്ക് വേണ്ടി, വിശ്വശാന്തിക്ക് വേണ്ടിയിട്ടുള്ള മഹാമന്ത്രം ആദിഭാഷ എന്നുള്ള തൻ്റെ ഗവേഷണ പ്രബന്ധത്തിലൂടെ, ഭൗതിക മണ്ഡലത്തിലൂടെ ചെയ്ത ഗവേഷണ പ്രബന്ധമാണ്. ആ ഗവേഷണ പ്രബന്ധത്തിലൂടെ ഗവേഷണത്തിന് മാർഗം കാട്ടിയത് വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികളാണ്. അദ്ദേഹത്തിന് ആ മാർഗം ലഭിക്കുന്നത് വൈദിക ഋഷിമാരിൽ നിന്നാണ്. നമ്മളിപ്പോ ശ്രീമാൻ
എ ഉണ്ണികൃഷ്ണൻ അവരുടെ ഈ യാത്രയപ്പുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് 2 പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യുന്നുണ്ടല്ലോ. അതിൽ ഒന്നിനകത്ത് ഭാരതത്തിന്റെ ഗവേഷണ പാരമ്പര്യത്തെക്കുറിച്ച് വ്യക്തമായ തെളിവോടുകൂടി അതിൽ ഒരു പുസ്തകം മാത്രം മുഖ്യമായും മുൻനിർത്തിയിട്ട് ധ്വന്യാലോകം ഞാൻ പ്രബന്ധം എഴുതിയിട്ടുണ്ട്. അത് ചുരുക്കി എഴുതി വെച്ചിരിക്കുകയാണ്. അത് നോക്കുമ്പോഴേക്കും മനസ്സിലാകും ഗവേഷണം ആരംഭിച്ചത് ഭാരതത്തിൽ, ഗവേഷണ മാതൃക മുഴുവൻ ഭാരതത്തിൽ, ഗവേഷണ സിദ്ധാന്തം മുഴുവൻ ഭാരതത്തിൽ. അത് ചട്ടമ്പിസ്വാമികൾ ഇവിടെ ഈ പുസ്തകത്തിൽ പ്രയോഗിച്ച് കാണിച്ചു തന്നിരിക്കുന്നു. നാം ഇതുവരെയും പഠിച്ചിട്ടില്ല. 900 തുടക്കത്തിൽ അദ്ദേഹം എഴുതിയത് 1998 ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത്. അതിനെക്കുറിച്ച് ആദ്യമായൊരു പഠനം ഉണ്ടായത് ശ്രീമാൻ എ ഉണ്ണികൃഷ്ണൻ തന്നെ ഉത്സാഹത്തോടുകൂടി നടത്തിയ പി കെ പരമേശ്വരൻ നായർ ട്രസ്റ്റിന്റെ ആ സെമിനാറിൽ, അതായത് മലയാള ഭാഷാ പഠനങ്ങൾ എന്നുള്ള സെമിനാറിൽ വെച്ചിട്ടാണ്. അതിൽ ആദ്യമായിട്ട് വിദ്യാധിരാജന്റെ ആദിഭാഷാ ദർശനം എന്നുള്ളതായ പ്രബന്ധം ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിൽ 2ാമത്തെ ലേഖനമായി കാണും. അത് കഴിഞ്ഞിട്ട് ധാരാളം ലേഖനങ്ങൾ, ധാരാളം ക്ലാസ്സുകൾ, ധാരാളം ഈ എന്താണ് യൂട്യൂബിലൂടെയുള്ള പ്രഭാഷണങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആദിഭാഷയെക്കുറിച്ച് ധാരാളം പുസ്തകങ്ങൾ ആദിഭാഷയെ റീപബ്ലിഷ് ചെയ്ത് പല ആളുകൾ റീപബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ 2-3 വർഷത്തിനിടയ്ക്ക് വന്നിട്ടുണ്ട്. അതുപോലെ പഠന കേന്ദ്രമായിട്ടുണ്ട്. വിദ്യാർത്ഥികളായ നിങ്ങൾ അത് ഭംഗിയായി പഠിക്കണം എന്നുള്ള അഭ്യർത്ഥനയോടുകൂടി സമയം കടന്നുപോയി. ക്ഷമ ചോദിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഡോക്ടർ എ ഉണ്ണികൃഷ്ണന്, എൻ്റെ അനിയന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. നിശ്ചിത സമയപരിധിക്കുള്ളിൽ തന്നെ ആ വിഷയം സാറ് അവതരിപ്പിച്ചു. ഒരുപക്ഷെ ഇവിടെയുള്ള പലരെയും സംബന്ധിച്ചിടത്തോളം വിദ്യാധിരാജ ചട്ടമ്പിസ്വാമി തിരുവടികളുടെ ആദിഭാഷ എന്ന കൃതി പുതിയതായിരിക്കും. നമ്മുടെ ഭാഷാശാസ്ത്ര മേഖലയിൽ ആദിഭാഷ നൽകുന്ന വെളിച്ചം, അതിൻ്റെ ചരിത്രപരമായ വസ്തുനിഷ്ഠമായ പ്രതിപാദന രീതി, അതിലെ ഗവേഷണ സ്വഭാവമൊക്കെ സാർ ഇവിടെ സൂചിപ്പിച്ചു. തീർച്ചയായും വളരെ പ്രയോജനപ്രദമായ ധാരാളം വിവരങ്ങൾ നിശ്ചിത സമയത്തിനുള്ളിൽ സാറിന് പറയാൻ സാധിച്ചു. വളരെ വ്യക്തമായിരുന്നു. മറ്റ് സാങ്കേതികമായ തടസ്സങ്ങളും ഒന്നും ഉണ്ടായില്ല എന്നത് വലിയൊരു സന്തോഷമാണ്. ധാരാളം ആളുകൾ ഇന്നത്തെ ഈ വെബിനാറിൽ പങ്കെടുക്കുന്നുണ്ടെന്നുള്ളത് മറ്റൊരു സന്തോഷ കാരണം. എന്തായാലും ഇനി പ്രതികരണത്തിനുള്ള സമയമാണ്. ആദ്യമായി സംസാരിക്കുന്നത് സഞ്ജനയാണ്. കേന്ദ്ര സർവകലാശാലയിൽ കാസർഗോഡ് ഭാഷാശാസ്ത്രത്തിൽ PhD ചെയ്യുന്ന കുട്ടിയാണ്. സ്നേഹത്തോടെ സഞ്ജനെ ഞാൻ പ്രതികരണത്തിനായിട്ട് ക്ഷണിക്കുകയാണ്. 15 മിനിറ്റാണ് സമയം. നന്ദിയുണ്ട് സാർ. ഞാൻ സാറ് പറഞ്ഞ പോലെ സഞ്ജന, ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഭാഷാശാസ്ത്രത്തിൽ PhD ചെയ്യുന്നതാണ്. അപ്പം ഇങ്ങനെ ആദിഭാഷയെ പറ്റി സംസാരിക്കാനും ഇങ്ങനെ എൻ്റെ ഒരു പ്രതികരണം കാഴ്ചവെക്കാനും എനിക്ക് ഈ ഒരു അവസരം തന്നതിൽ ഞാൻ വളരെയധികം നന്ദി അറിയിക്കുന്നു. സാറ് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ആദിഭാഷ എന്നുള്ളത് ഒരു ഭാഷാശാസ്ത്ര ഗവേഷക എന്ന നിലയിൽ എനിക്ക് ഒരുപാട് അറിവുകൾ പകർന്നു തന്ന ഒരു പുസ്തകം തന്നെയാണ്. അപ്പം ഭാഷാശാസ്ത്ര ഗവേഷകർക്ക് ഒരുപാട് പുതിയ പുതിയ അറിവുകൾ പകരാനും അല്ലെങ്കിൽ ഈ ദ്രാവിഡ ഭാഷാ ഗോത്രത്തെ പറ്റി ഒരുപാട് പുതിയ ജ്ഞാനം പകർന്നു നൽകാനും ചട്ടമ്പിസ്വാമികൾക്ക് ഈ ഇതിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചട്ടമ്പിസ്വാമികളുടെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് പ്രാചീന മലയാളം എന്നത്. അതിൽ സ്വാമി പറയുന്നുണ്ട്, ഈ 8ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ബ്രാഹ്മണ അധിനിവേശത്തിന് മുൻപ് തന്നെ ജാതി വിവേചനമില്ലാത്ത ഒരു സമൂഹം ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം വാദിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമൂഹം കേരളത്തിൽ അന്ന് തന്നെ ഉണ്ടായിരുന്നു എന്നും അല്ലാതെ പുറത്തു നിന്നും ആൾക്കാർ വന്നതല്ല എന്നും പ്രാചീന മലയാളത്തിൽ സ്വാമി പറയുന്നത്. അപ്പൊ ആ ഒരു പ്രാചീന മലയാളത്തിന്റെ സഹോദരിയായിട്ടാണ് ആദിഭാഷയെ കാണുന്നതെന്ന് നമുക്ക് പറയാം. അതായത് ലോകഭാഷകളുടെ ഉൽപ്പത്തിയെ പറ്റിയും അല്ലെങ്കിൽ മനുഷ്യരുടെ ഉൽപ്പത്തിയെ പറ്റി തന്നെയാണ് ഇപ്പോൾ കൃഷ്ണൻ നായർ സാറ് പറഞ്ഞ പോലെ തന്നെ ഉൽപ്പത്തിയെ പറ്റിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ
ചട്ടമ്പി സ്വാമികൾ ആ ഒരു ആദിഭാഷ എന്ന കൃതിയിലൂടെ പറയുന്നുണ്ട്. അത് ഒരുപാട് ആളുകൾക്ക് അറിയില്ല എങ്കിലും അന്ന് നിലനിന്നിരുന്ന പുറത്ത് ഈ കൊളോണിയൽ ബ്രിട്ടീഷുകാർ പറഞ്ഞു വെച്ചിരുന്ന ഒരുപാട് വാദങ്ങളെ തകർത്തുകൊണ്ടാണ് ചട്ടമ്പി സ്വാമികൾ ഈ ഒരു ആദിഭാഷ കൊണ്ടുവരുന്നത്. മനുഷ്യർ ചില പ്രത്യേക സ്ഥലങ്ങളിൽ നിന്നാണ് ഉത്ഭവിച്ചതെന്ന് പിന്നീട് അവര് വിവിധ വിഭാഗങ്ങളായി വേർപിരിഞ്ഞ് മറ്റൊരു സ്ഥലങ്ങളിലേക്ക് പോയതാണെന്നും സ്വാമി പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് മനുഷ്യരുടെ ഉത്പത്തി എന്ന് അതുവരെ പറഞ്ഞ വാദങ്ങളെ മാറ്റിക്കൊണ്ട് ഒരു സിംഹള ദ്വീപിന് ഏതാണ്ട് പശ്ചിമ ഭാഗത്ത് കിടന്നിരുന്ന ഒരു പ്രദേശം, അവിടെയാണ് ജന്തുക്കൾ ആദ്യം ഉണ്ടായതെന്നും ആ ജന്തുക്കൾ പിന്നീട് പരിണമിച്ചാണ് മനുഷ്യരുണ്ടായതെന്നും ചട്ടമ്പി സ്വാമികൾ പറയുന്നുണ്ട്. അപ്പം ആ ഒരു മനുഷ്യ കുടുംബത്തിന് പ്രകൃതി സിദ്ധമായ ഒരു ഭാഷ ആദ്യകാലത്തിൽ ഉണ്ടായിരുന്നിരിക്കണം. അത് പിന്നീട് വിഭിന്നത്വം സംഭവിച്ച സമയത്ത് മറ്റു സ്ഥലങ്ങളിലേക്ക് മാറുകയും ആ ഭാഷ പിന്നീട് പരിണമിച്ച് മറ്റു ഭാഷകളായി മാറുകയും ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിച്ചിരിക്കുന്ന ഓരോ ഗോത്രങ്ങളും ഈ ഒരു ആദി ഭാഷയിൽ നിന്നാണ് പിന്നീട് ഉണ്ടായതെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ആദിഭാഷ എന്ന് പറയുന്ന മനുഷ്യരെവിടെയാണോ ജനിച്ചത് അവിടുന്ന് തന്നെയാണ് ഉത്ഭവിച്ചത്. അതുകൊണ്ട് തന്നെ സിംഹള ദേശത്ത് അവിടെ ജനിച്ച മനുഷ്യരുടെ ഇടയിൽ തന്നെയാണ് ഈ ഒരു ഭാഷ ഉണ്ടായത്. ഈ മനുഷ്യ കുടുംബത്തിന് പ്രകൃതിസിദ്ധമായ ഒരു ഭാഷ ആദ്യകാലത്തിൽ ഉണ്ടായിരിക്കാം. അപ്പോൾ ആ ഭാഷ അങ്ങനെയാണെങ്കിൽ അതിന്റെ പൂർവ്വരൂപമായ പ്രാചീന ദ്രാവിഡ ഭാഷയായിരുന്നു ലോകത്തിലെ ആദ്യ ഭാഷ എന്നാണ് സ്വാമി പറഞ്ഞു വെക്കുന്നത്. അപ്പം പ്രാചീന ദ്രാവിഡമാണ് മലയാളത്തിലെ ആദ്യ ഭാഷ എന്നുള്ള ഒരു വാദം സ്വാമി ഇതിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. കൃഷ്ണൻ നായർ സാറ് പറഞ്ഞ പോലെ എപ്പോഴും ലളിതമായിട്ടും ആണ് എന്തും തുടങ്ങാറ്. അപ്പം ഈ ഭൂമിയിൽ ഏതൊരു വസ്തുവും ആദ്യം പ്രാകൃതമായി ഉത്ഭവിച്ചാണ് പിന്നീട് കൃത്രിമങ്ങൾ കലർന്ന് പരിഷ്കൃത രൂപത്തിൽ പരിണമിക്കുകയാണ് ചെയ്യാറ്. ഈ ഒരു നിയമം തന്നെയാണ് ഭാഷയ്ക്കും ഉള്ളത്. ഭാഷയും ആദ്യം ലളിതമായി തന്നെ തുടങ്ങി പിന്നീടാണ് അത് പരിണമിച്ചു വരിക. അപ്പോൾ ഏതാണോ പ്രാകൃത രൂപം അതായിരിക്കണം ആദിഭാഷ എന്നാണ് ചട്ടമ്പി സ്വാമികൾ പറയുന്നത്. ലളിതമായ അക്ഷരങ്ങളും മൃദുപദങ്ങളും ഏത് ഭാഷയിലാണോ ഉള്ളത് അത് ആണ് ആദിഭാഷ, അല്ലെങ്കിൽ അതായിരുന്നു ആദ്യ മാതൃഭാഷ. അങ്ങനെ ലളിതമായ പദങ്ങളും അങ്ങനെ ഉള്ള ഒരു ഭാഷയാണ് തമിഴ് എന്നാണ് ചട്ടമ്പി സ്വാമികൾ പറഞ്ഞത്. അല്ലെങ്കിൽ അന്ന് മൂലദ്രാവിഡം അല്ലെങ്കിൽ ആദി ദ്രാവിഡമാണ് അന്ന് ഉള്ള ഭാഷയെന്നും അതിനോട് ഇന്നത്തെ ഇതിൽ കൂടുതൽ ചേർന്നിരിക്കുന്നത് തമിഴാണെന്നും പറയുന്നുണ്ട്. തമിഴ് ഭാഷയിൽ വാക്ക് എന്നതിന് മൊഴി എന്നാണ് പറയാറ്. അതായത് വാ മൂടിക്കെട്ടുമ്പോൾ വരുന്ന രൂപത്തിന് മ് എന്നും ആ മ് നല്ലവണ്ണം ഒഴിച്ചു വിട്ടാൽ കിട്ടുന്നതാണ് മൊഴി. അപ്പോൾ ഇത്രയും പ്രകൃതിയോട് കൂടി ചേർന്നിരിക്കുന്ന ഒരു ശബ്ദം വേറൊരു ഭാഷയിലും കാണാനില്ലെന്നാണ് ചട്ടമ്പി സ്വാമി സൂചിപ്പിക്കുന്നത്. ബാക്കി ഭാഷകളായ ഹിന്ദുസ്ഥാനി, അറബ് പോലുള്ള ഭാഷകളിൽ ഇത്ര അന്വർത്ഥമായ ഒരു ശബ്ദം തീർച്ചയായും അപൂർവമാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഷകൾ ഈ മൂലദ്രാവിഡത്തിൽ അല്ലെങ്കിൽ ആദി ദ്രാവിഡം പോലുള്ള ആദി ഭാഷയിൽ നിന്നും ഉത്ഭവിച്ചതാവാമെന്ന് ചൂണ്ടിക്കാട്ടുന്നു. ഈ ഹിന്ദുസ്ഥാനി പോലുള്ള ഭാഷകൾ അല്ലെങ്കിൽ സംസ്കൃതം പോലുള്ള ഭാഷകൾ തീർച്ചയായും ഭയങ്കര ദീർഘമായതും അല്ലെങ്കിൽ ലിപികളുടെ ഉച്ചാരണ രീതി കൊണ്ടും അപരിഷ്കൃത ഭാവത്തെ സൂചിപ്പിക്കുന്നതുമായവയാണ്. അതുകൊണ്ട് തന്നെ അവ ഒരിക്കലും ആദി ഭാഷയാണ് അല്ലെങ്കിൽ അവയിൽ നിന്നാണ് മറ്റു ഭാഷകൾ ഉണ്ടായതെന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ദ്രാവിഡത്തോട് സദൃശ്യമല്ലാത്ത വിധം അക്ഷരങ്ങൾ കുറവായും ഉച്ചാരണ ഭേദത്തോടും പ്രസ്താവന മുറ തെറ്റിയും കാണുന്നുവെങ്കിൽ അതൊരു കാലദേശ കൃത്യമോ പരിഷ്കൃതമോ ബലമോ ഊഹിക്കാവുന്നതാണ്. അതുകൊണ്ട് ആദിഭാഷ പരിണമിച്ച് പരിഷ്കൃതങ്ങളിലൂടെ നൂറ്റാണ്ടുകൾക്ക് ശേഷം സംസ്കരിച്ചെടുത്തതാണ് ഈ ഭാഷകൾ എന്ന് ചട്ടമ്പി സ്വാമികൾ കാണിക്കുന്നത്. അതായത് ദ്രാവിഡ ഭാഷകളിൽ നിന്നും സംസ്കരിച്ചുണ്ടായതാണ് സംസ്കൃതം പോലുള്ള മറ്റ് ഭാഷകൾ എന്നാണ് ചട്ടമ്പി സ്വാമികൾ പറയുന്നത്.
കൃഷ്ണൻ നായർ സാർ സൂചിപ്പിച്ച പോലെ തന്നെ ഒരിക്കലും ഒരു വൈകാരികമായ ഒരു ഇതിലോ അല്ലെങ്കിൽ ഒരു അടിസ്ഥാനമില്ലാതെയോ അല്ല ചട്ടമ്പി സ്വാമികൾ ആദിഭാഷയിലൂടെ മിക്ക കാര്യങ്ങളും പറഞ്ഞിരുന്നത്. അതിപുരാതനമായ വ്യാകരണ ഗ്രന്ഥങ്ങളിലൂടെയും സാഹിത്യ ഗ്രന്ഥങ്ങളിലൂടെയും തന്നെയാണ് സ്വാമികൾ ഭാഷയെ സമീപിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു താരതമ്യ ഭാഷാ ഗവേഷണം തന്നെയാണ് ചട്ടമ്പി സ്വാമികൾ ആദിഭാഷയിലൂടെ തീർത്തത് എന്ന് നമുക്ക് പറയാം. പാണിനിയുടെ അഷ്ടാധ്യായി, പതഞ്ജലി മഹർഷിയുടെ മഹാഭാഷ്യം, അതുപോലെ തന്നെ തമിഴ് വ്യാകരണ ഗ്രന്ഥമായ തൊൽക്കാപ്യം പോലുള്ള അതിപുരാതനമായ ഗ്രന്ഥങ്ങളുടെ താരതമ്യ ഗവേഷണം തന്നെയാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു പഠനം തന്നെയാണ് ചട്ടമ്പി സ്വാമി ആദിഭാഷയിലൂടെ കാഴ്ചവെച്ചത്. അപ്പോൾ ഈ ഒരു രണ്ട് ഗ്രന്ഥങ്ങൾ, അതായത് പ്രാചീന മലയാളവും ആദിഭാഷയും തമ്മിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കേരളത്തിന്റെയും മലയാള ഭാഷയുടെയും ഉത്ഭവത്തെക്കുറിച്ചും പരിണാമത്തെക്കുറിച്ചും അതിൽ പറഞ്ഞിരിക്കുന്നത് കാണാം. മലയാള ഭാഷയും അല്ലെങ്കിൽ ദ്രാവിഡ ഭാഷയുടെ തന്നെ മഹത്വം എന്താണ്, അല്ലെങ്കിൽ അതിന്റെ തനിമ ഉയർത്തി കാട്ടുക കൂടിയാണ് ചട്ടമ്പി സ്വാമികൾ ചെയ്തത്. അതുകൊണ്ട് തന്നെ ദ്രാവിഡ ഭാഷയുടെ പ്രാധാന്യം എന്താണെന്ന് വിളിച്ചോതുന്ന ഒരു കൃതിയാണ് ആദിഭാഷ. ദ്രാവിഡരായ നമ്മൾക്ക് അങ്ങനെ ഒരു ഭാഷ ഉണ്ടെന്നും അതിന്റെ മഹത്വം എന്താണെന്നും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യം കൂടി തന്നെയാണ്. നമ്മൾ പുറത്തുനിന്ന് വന്നവരല്ല, അല്ലെങ്കിൽ ദ്രാവിഡർ എവിടെ നിന്നും വന്നവരല്ല എന്നും അവർ ഇവിടെ ഉത്ഭവിച്ച് മറ്റു സ്ഥലങ്ങളിലേക്ക് വിഭജിച്ചു പോയവരാണെന്നും അവരുടെ കൂടെ ഉത്ഭവിച്ച ആദി ദ്രാവിഡ ഭാഷയാണ് ലോക ഭാഷകളുടെ ജനയത്രി എന്നുമാണ് ആദിഭാഷയിലൂടെ സ്വാമികൾ കാട്ടിത്തരുന്നത്. അപ്പോൾ അന്ന് ഉണ്ടായിരുന്ന ഒരുപാട് വാദങ്ങളെ, മുമ്പ് ആഗോളതലത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരുപാട് വാദങ്ങളെ അപ്രസക്തമാക്കാൻ സ്വാമികൾക്ക് ഇതിലൂടെ കഴിഞ്ഞു. ഇപ്പോഴും ഇതേപറ്റി തന്നെ ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ ദ്രാവിഡർ ഒരിക്കലും പുറത്തുനിന്ന് വന്നവരല്ല, ഇവിടുന്നാണ് ഭാഷയുടെ ഉൽപ്പത്തി എന്ന് അറിയിച്ചുകൊണ്ട് ഭാരതീയ ഭാഷാ സമിതി പോലുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ ഇപ്പോഴും ആ പഠനങ്ങൾ നടത്തുകയും അതിനെ ആസ്പദമാക്കി പുസ്തകങ്ങൾ ഇറക്കാറുമുണ്ട്. അപ്പം ഇങ്ങനെയുള്ള പഠനങ്ങൾക്ക് തീർച്ചയായും ഒരു മൂല കാരണമാണ് ചട്ടമ്പി സ്വാമികളുടെ ആദിഭാഷ എന്ന കൃതി എന്ന് തന്നെ പറയാം. ശരി, പ്രിയപ്പെട്ട സഞ്ജന, തീർച്ചയായും നമ്മുടെ യുവ ഭാഷാ ഗവേഷകരും കൂടെ ചട്ടമ്പി സ്വാമി തിരുവടികളുടെ ഈ കൃതിയെ പഠിക്കാനും മനസ്സിലാക്കാനും പരിശ്രമിക്കണം എന്ന ഒരു ലക്ഷ്യവും കൂടെ ഉണ്ട് ഇവരുടെ രണ്ടുപേരുടെയും സാന്നിധ്യം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുത്തതായിട്ട് ഗൗരി ശങ്കരിയും കേന്ദ്ര സർവകലാശാലയിൽ ഡോക്ടർ പി ശ്രീകുമാറിന്റെ മാർഗദർശിത്വത്തിന് കീഴിൽ ഗവേഷണം നിർവഹിക്കുകയാണ് ഭാഷാശാസ്ത്ര മേഖലയിൽ. ഗൗരി ശങ്കരി അടുത്തതായിട്ട് നമ്മളോട് സംസാരിക്കും 15 മിനിറ്റ്. അതിനുശേഷം ഇന്ന് ഈ വെബിനാറിൽ പങ്കെടുക്കുന്നവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സൂചിപ്പിക്കണമെങ്കിൽ അതിനുള്ള ഒരു സന്ദർഭമാണ്. അത് ദീർഘമായി പോവാതെ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ അല്ലെങ്കിൽ പൂജപ്പുര സാറിനോട് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനോ ഉള്ള ഒരു സന്ദർഭമാണ്. അതും എല്ലാവരും ഒന്ന് പ്രയോജനപ്പെടുത്തണം എന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഗൗരി ശങ്കരിയോട് സംസാരിക്കുവാൻ അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. ആദ്യം തന്നെ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതിൽ സംഘാടകരോട് നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് വിദ്യാധിരാജൻ ശ്രീ ചട്ടമ്പി സ്വാമികളുടെ ആദിഭാഷ ദർശനം എന്ന വിഷയത്തിൽ ഡോക്ടർ പൂജപ്പുര കൃഷ്ണൻ നായർ സാർ നടത്തിയ പ്രഭാഷണം വളരെ ശ്രദ്ധാപൂർവം ശ്രവിക്കുകയുണ്ടായി. അതിൽ കൂടെ തന്നെ ഞാൻ കുറച്ചു കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുവാനാണ് ഞാൻ ഈ ഒരു സന്ദർഭം ഉപയോഗിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഭാരതം ഇപ്പോഴും നേരിട്ടുകൊണ്ടിരുന്ന വലിയ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ കോളനിവൽക്കരണത്തിന്റെ ഭാഗമായി നമ്മുടെ ശാസ്ത്രങ്ങളിലേക്ക് കടന്നുകൂടിയിട്ടുള്ള കുറെ അധികം ആംഗലേയ വാദങ്ങളും അതിന്റെ ദർശനങ്ങളും അല്ലെങ്കിൽ അതിന്റെ ആഖ്യാനങ്ങളുമാണ്. സത്യം പറഞ്ഞാൽ
ഭാഷാശാസ്ത്ര മേഖലയും ഇതിൽ നിന്ന് ഒട്ടും വിഭിന്നമല്ല. ഈവൻ ഈ ആധുനിക ഭാഷാശാസ്ത്ര മേഖലയും സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു കാഴ്ചപ്പാടില് പറയുവാണെങ്കിൽ ഈ ഭാഷാശാസ്ത്ര സർ ഇപ്പോഴോ ഇപ്പൊ കേൾക്കാം. ഓക്കെ, ഭാഷാശാസ്ത്ര വിജ്ഞാനവും ആധുനിക ഭാഷാശാസ്ത്ര വിജ്ഞാനവും ഒരു കൊളോണിയൽ ചിന്താധാരയോട് പക്ഷപാതം പുലർത്തുന്നവയായിട്ടാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. സാർ അങ്ങനെ ഭാരതത്തിലെ ജ്ഞാനശാസ്ത്രങ്ങൾ, ഈ ജ്ഞാനശാസ്ത്ര ശാഖകൾ ഈ ആംഗലേയവാദത്തിന്റെയും ഈ വാദങ്ങളുടെ ആഴക്കടലിൽ മുങ്ങിക്കിടക്കുമ്പോൾ അവിടെ ഒരു ഇതിനെയൊക്കെ ഒന്ന് കരയ്ക്ക് കയറ്റാൻ അല്ലെങ്കിൽ ഇതിനെ ഒന്ന് ഉയർത്തി കൊണ്ടുവരാനായിട്ട് ഇട്ട ഒരു ചൂണ്ട പോലെയാണ് സത്യത്തിൽ എനിക്ക് ശ്രീ ചട്ടമ്പി സ്വാമികളുടെ ഈ ആദിഭാഷ എന്ന കൃതിയെ ഞാൻ നോക്കിക്കാണുന്നത്. ആദ്യത്തെ അധ്യായത്തിൽ ശ്രീ ചട്ടമ്പി സ്വാമികൾ അതായത് ആരംഭത്തിൽ പറയുന്നുണ്ട് ഈ ഭാഷകൾ പരക്കുന്നത് രണ്ട് രീതിയിലായിട്ടാണ്. ഒന്നാമത്തെ വാദം അദ്ദേഹം നിരത്തുന്നത് വിജി തരംഗ ന്യായം എന്ന് പറയുന്ന ഒരു രീതിയിലാണ്. അതായത് ഒരു ഭാഷയിൽ നിന്നും മറ്റൊരു ഭാഷ, ഒരു ദിക്കിലൊരു ഭാഷ ഉണ്ടാകുന്നു, അതിൽ നിന്നും പിന്നെ പിന്നെ ഭാഷകൾ ഉണ്ടായിക്കൊണ്ട് വരുന്നു എന്നുള്ളതും. രണ്ടാമത്തേത് പറയുന്നു കദംബ മുകുള ന്യായം എന്ന് പറയുന്ന ഒരു വാദമാണ്. അതെന്ന് പറയുമ്പോൾ ഈ പൂക്കൾ വിരിയും പോലെ ഒരേ സമയം പല സ്ഥലത്ത് ഭാഷകൾ ഉണ്ടായി വന്നതാണ് എന്നൊരു വാദം. എന്നിട്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, വീണ്ടും പറയുന്നുണ്ട്, ഈ ചരിത്രകാരന്മാരും ഭാഷാശാസ്ത്രജ്ഞരും എപ്പോഴും ആദ്യത്തെ വാദം അതായത് തരംഗവാദത്തിനെയാണ് കൂടുതലും തെളിയിക്കുവാൻ അവര് തിടുക്കം കൂട്ടുന്നത്. എനിക്ക് അതിൽ നിന്നും തോന്നിയ ഒരു കൗതുകരമായ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പാശ്ചാത്യ ലോകത്തിന്റെ ഒരു സത്യം പറഞ്ഞാൽ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം ഈ അവരുടെ പാശ്ചാത്യ ലോക അവരുടെ ജനസിസ് ബുക്കില് ഈ ബേബൽ ഗോപുരത്തിന്റെ ഒരു കഥ പറയുന്നുണ്ട്. അതായത് ബേബൽ ജനത ഗോപുരം പണിയുകയാണ് സ്വർഗത്തോട്ട് പോകാൻ. അങ്ങനെ ഗോപുരം പണിഞ്ഞു തുടങ്ങി എത്താറായപ്പോഴത്തേക്കും ഇത് കണ്ട ദൈവം രോഷാകുലനായി ഇവരെ ശപിച്ചു. ഈ ജനത എന്ന് പറയുന്നത് ഒരു ഒറ്റ ഭാഷ സംസാരിച്ചിരുന്ന ഒരു ജനതയാണ്. ഇവരൊരു ആദിമ ജനതയാണ് പാശ്ചാത്യർക്ക്. അപ്പോൾ ഇവരൊരു ഒറ്റ ഭാഷ സംസാരിച്ചിരുന്നു. അപ്പോൾ ഇത് കണ്ട് കോപാകുലനായ ദൈവം ഇവരെ ശപിച്ചു. ഇവരുടെ ആശയവിനിമയം തടസ്സപ്പെടുത്തുവാനായി ഇവരുടെ ഭാഷയെ വിഭിന്നമാക്കി കളഞ്ഞു. അങ്ങനെ വിഭിന്നമാക്കിയതോടെ ഇവരെ ആശയവിനിമയം തടസ്സപ്പെടുകയും അങ്ങനെ ഗോപുരത്തിന്റെ പണി നിർത്തേണ്ടിയും വന്നു. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് സത്യം പറഞ്ഞാൽ ഈ ഒരു ഭാഷയിൽ നിന്നും മറ്റൊരു ഭാഷ രൂപം കൊള്ളുന്നു എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എനിക്ക് തോന്നുന്നു ഈ ഒരു പാശ്ചാത്യരുടെ ഈ ബേബിൾ ഗോപുരത്തിന്റെ മിത്തിൽ നിന്നും അല്ലെങ്കിൽ മിത്തോളജിയിൽ നിന്നും രൂപം കൊണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഭാഷാശാസ്ത്രജ്ഞന്മാരും ചരിത്രകാരന്മാരും ഏറെ കൂടുതലും ഈ ഒന്നാമത്തെ വാദത്തിന്റെ പുറകെ പോകുന്നതും രണ്ടാമത്തെ വാദത്തിനെ അധികം ശ്രദ്ധ കൊടുക്കാത്തതും. ഇനി രണ്ടാമത്തെ വാദം എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ വാദത്തിന്റെ ഒരു പോസിബിലിറ്റി ഞാൻ പറയുകയാണെങ്കിൽ അതായത് കദംബമുകുളം എന്ന് പറയുന്ന വാദം എന്ന് വെച്ചാൽ ഒരു ഭാഷകൾ പല സ്ഥലത്തായി ഒരേ സമയം രൂപം കൊണ്ടു. കാരണം ഇപ്പോൾ നമ്മുടെ ആധുനിക ഭാഷാശാസ്ത്രത്തിൽ കുറെ ഭാഷകൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിനെ പറയുന്നതാണ് ലാംഗ്വേജ് ഐസൊലേറ്റ്സ്. അപ്പൊ ലാംഗ്വേജ് ഐസൊലേറ്റ്സ് എന്ന് പറയുന്നത് അതിന്റെ ഉദാഹരണങ്ങളാണ് ബാസ്, സുണി, ബുർഷാസ്കി, ഐനു എന്നൊക്കെ പറയുന്ന കുറച്ച് ഭാഷകളുണ്ട്. ആ ഭാഷകൾ ഒരു ഭാഷാ ഗോത്രങ്ങളിലും അതായത് ലാംഗ്വേജ് ഫാമിലീസ്, പ്രമുഖ ലാംഗ്വേജ് ഫാമിലീസ് മറ്റൊരു ഭാഷാ ലാംഗ്വേജ് ഫാമിലീസിലോ ഉൾപ്പെടാത്ത കുറെ ഭാഷകളാണ്. അവർക്ക് വേറൊരു ഭാഷയുമായിട്ട് ഒരു ബന്ധം സ്ഥാപിച്ചതുമായിട്ട് ഒരു തെളിവും അവരുടെ ഭാഷയിൽ ഇല്ലതാനും അവർക്കൊരു പൂർവ്വ അല്ലെങ്കിൽ മൂലഭാഷ തന്നെ അവർക്കില്ല. സത്യം പറഞ്ഞാൽ ഈ പ്രോട്ടോ ലാംഗ്വേജ് എന്ന് പറയുന്ന സത്യം പറഞ്ഞ ഹൈപ്പോത്തറ്റിക്കൽ കൺസ്ട്രക്ഷൻ ആണ്. എന്ന് വെച്ചാൽ ഈ ഭാഷകൾ ഒന്നിൽ നിന്ന് ഉണ്ടായെന്ന് പറഞ്ഞു വയ്ക്കാനായിട്ട് അവർ കണ്ടെത്തിയ ഒരു കൺസ്ട്രക്ഷൻ ആണ്. പക്ഷെ ഈ ഭാഷ ഐസൊലേറ്റ്, ലാംഗ്വേജ് ഐസൊലേറ്റ് സത്യം പറഞ്ഞാൽ ഈ വാദത്തിന് എതിർ കോണാണ് കാണിക്കുന്നത്.
അപ്പോൾ ഇവർക്ക് ഈ ലാംഗ്വേജിൽ വേറെ ലാംഗ്വേജസിലൊന്നും പെട്ടിട്ടില്ല, ഭാഷ ഗോത്രങ്ങളിലും പെട്ടിട്ടുമില്ല. ഇവരുടെ ഒരു ഭാഷ, ഇവരുടെ ഒരു പൂർവികമായ ഒരു ഭാഷയും ഇതുവരെയായിട്ടും കണ്ടെത്തിയിട്ടുമില്ല. അപ്പം എനിക്ക് തോന്നിയ ഒരു നിഗമനം എന്ന് പറയുന്നത് രണ്ടാമത്തെ ആയിരിക്കും കൂടുതൽ, അതായത് കദംബ മുകുളമാകാം, അതിലും ഒരു സാധ്യതയുണ്ട്. അപ്പം അതും ഒന്ന് നമുക്ക് ഭാഷാശാസ്ത്ര ലോകം, ആധുനിക ഭാഷാശാസ്ത്ര ലോകം ഒന്ന് വിലയിരുത്തിയാൽ നമുക്ക് ചിലപ്പം ഈ പറയുന്ന ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോപ്പുലർ ബിലീഫ് നമുക്ക് ചിലപ്പോൾ മാറ്റി പറയാൻ സാധിക്കും. പിന്നെ ഞാൻ കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോ പാശ്ചാത്യർ ഭാഷയെ എപ്പോഴും ഒരു അദൃശ്യ ശക്തിയുടെ നിർമ്മിതിയായിട്ടാണ് കാണുന്നത്. പക്ഷെ ശ്രീ ചട്ടമ്പി സ്വാമികൾ അതിനെ നല്ല യുക്തിസഹിതമായിട്ട് ചലഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് ഭാഷകൾ മനുഷ്യ നിർമ്മിതികളാണ് എന്നാണ് പറയുന്നത്. അതിനാൽ ഞാനൊരു സ്വാമികളുടെ വചനം പറയാൻ ആഗ്രഹിക്കുന്നു. നിത്യജീവിതത്തിൽ ഭാഷ കൈകാര്യം ചെയ്യുന്ന ജനങ്ങളാണ് പുതിയ പ്രയോഗ ശൈലികൾ ആവിഷ്കരിക്കുന്നതും എഴുത്തുകൾ പോലും നിർമ്മിക്കുന്നത് ജനങ്ങളാണെന്നും ജനങ്ങളാണ് വ്യാകരണ നിയമങ്ങളുടെ പോലും നിർമ്മാതാക്കൾ എന്നും അർത്ഥമില്ലാതെ സ്വാമികൾ പറഞ്ഞു വെക്കുന്നുണ്ട്. പാശ്ചാത്യരുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു അദൃശ്യ ശക്തിയുടെ നിർമ്മിതികളാണ്. ഈ അദൃശ്യ ശക്തിയുടെ ശക്തി കാരണമാണ് ഈ വിഭിന്ന ഭാഷകൾ ഉണ്ടായതും എന്നാണ്. പക്ഷെ നേരെ മറിച്ച് ഒരു എന്തു പറയാ, ഒരു ഉട്ടോപ്യൻ കൺസെപ്റ്റിൽ നിന്നും സത്യം പറഞ്ഞാൽ സ്വാമികൾ ഒരു മനുഷ്യ കേന്ദ്രിതമാക്കി സത്യം പറഞ്ഞാൽ ഈ ഭാഷ വിജ്ഞാനീയത്തെ എന്ന് നമുക്കിവിടെ പറയാം. അതുപോലെ തന്നെ ഭാഷാശാസ്ത്രത്തിന്റെ വ്യാകരണത്തിൽ നമുക്ക് രണ്ട് രീതിയിലാണ്. ഇപ്പൊ ആധുനിക ഭാഷാശാസ്ത്രം തന്നെ രണ്ട് രീതികളാണ് വ്യാകരണത്തെ നിർവചിക്കുന്നത്. ഒന്ന് പ്രിസ്ക്രിപ്റ്റീവും ഒന്ന് ഡിസ്ക്രിപ്റ്റീവ് ഗ്രാമറാണ്. പ്രിസ്ക്രിപ്റ്റീവ് ഗ്രാമർ എന്ന് പറയുന്നത് അത് ഒരാൾ എഴുതി വയ്ക്കുന്ന ഒരു വ്യാകരണം, ആ വ്യാകരണത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയാൽ അത് തെറ്റും, ആ വ്യാകരണം പിന്തുടർന്നാൽ അത് ശരിയും എന്നുള്ള രീതിയിലാണ് പ്രിസ്ക്രിപ്റ്റീവ് ഗ്രാമർ. അപ്പോൾ അദ്ദേഹം ശ്രീ ചട്ടമ്പി സ്വാമികൾ ഇതൊരു ഡിസ്ക്രിപ്റ്റീവ് ഗ്രാമർ എന്ന് പറയുന്ന ഒരു ആശയം സത്യം പറഞ്ഞാൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കാരണം ഡിസ്ക്രിപ്റ്റീവ് ഗ്രാമറെ സംബന്ധിച്ച് ഭാഷകൾ എങ്ങനെയാണോ മനുഷ്യർ, ഇവിടെ ആരും അല്ല സത്യം പറഞ്ഞാൽ ഭാഷയുടെ വ്യാകരണത്തെ ഒരു എക്സ്റ്റേണൽ വ്യക്തിയല്ല ഒരു ഭാഷകൾ, ഒരാളല്ല ഇവിടെ ഭാഷകളുടെ വ്യാകരണത്തെ നിർവചിക്കുന്നത്. മറിച്ച് ആ ഭാഷകൾ ഉപയോഗിക്കുന്ന സംസാരിക്കുന്നവർ തന്നെയാണ്, ആ ജനത തന്നെയാണ് ഭാഷയുടെ ഗ്രാമർ നിർവചിക്കുന്നത്. സോ അതൊരു ഡിസ്ക്രിപ്റ്റീവ് പ്രിസ്ക്രിപ്റ്റീവ് നിന്നും ഒരു ഡിസ്ക്രിപ്റ്റീവ് ഗ്രാമറിലോട്ട് ഉള്ള വാദത്തിലോട്ട് കൊണ്ട് എത്തിക്കുകയാണ് ശ്രീ ചട്ടമ്പി സ്വാമികൾ. അതുപോലെ ആധുനിക ഭാഷാശാസ്ത്രത്തിൽ നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് പ്രിൻസിപ്പിൾ ഓഫ് എക്കണോമി എന്ന് പറയും. സത്യം പറഞ്ഞാൽ ഇത് ആദ്യം ഈ കോൺസെപ്റ്റ് പ്രൊപ്പോസ് ചെയ്തത് അമേരിക്കൻ ഭാഷാശാസ്ത്രജ്ഞനായ ജോർജ് കിങ്സ്ലി ആണ് 1949 ഈ ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിന്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് ഫ്യൂവർ വേർഡ്സ് ലീഡ്സ് ടു ഗ്രേറ്റർ ക്ലാരിറ്റി. കുറഞ്ഞ വാക്കുകളാണ് നമുക്ക് കൂടുതൽ ക്ലാരിറ്റി തരുന്നത് എന്നൊരു വാക്കാണ്. സത്യം പറഞ്ഞാൽ ഇത് ആദിഭാഷയിൽ സ്വാമികൾ പറയുന്നുണ്ട്. ഈ സന്ധിയുമായി സംബന്ധിച്ചാണ് സ്വാമികൾ ഇത് പറയുന്നത്. സ്വാമിയെ ഉദ്ധരിക്കാം. സന്ധി എന്നത് ജനങ്ങൾ ഒരു ഭാഷ സംസാരിച്ചു കാലം കൊണ്ട് ധാർഢ്യം സിദ്ധിക്കുമ്പോൾ ഒരു വാക്കിനു ശേഷം മറ്റൊരു വാക്ക് ഉച്ചരിക്കുന്നതിൽ ഉണ്ടാകുന്ന വേഗ സൗകര്യങ്ങൾ നിമിത്തം സ്വാഭാവികമായി സംഭവിക്കാറുള്ള ഉച്ചാരണ ഭേദമാണ്. അതായത് വേഗ സൗകര്യം എന്ന് പറയുന്നത് വേഗത്തിൽ സംസാരിക്കുവാൻ നമ്മൾ ഭാഷകളെ സന്ധി ഉപയോഗിച്ച്
നമ്മൾ ചുരുക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ചുരുക്കുന്നത്, ഈ ഭാഷയെ ചുരുക്കി അതിനെ ഈസിയസ്റ്റ് ഫോമിലോട്ട് നമ്മൾ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് സത്യം പറഞ്ഞാൽ ആധുനിക ഭാഷാശാസ്ത്ര ലോകം ഈ പ്രിൻസിപ്പിൾ ഓഫ് എക്കണോമി എന്ന് പറയുന്നത്. അതിൽ ഈ വേഗ സൗകര്യവും ഈ ഒരു പ്രിൻസിപ്പിൾ ഓഫ് എക്കണോമിയുടെ ഒരു മാനദണ്ഡമാണ്. ഇത് 1849 ജോർജ് കിങ്സ്ലെ പറയുന്നു. പക്ഷെ അതിനും കാലങ്ങൾക്ക് മുന്നേ തന്നെ ശ്രീ ചട്ടമ്പി സ്വാമികൾ പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ പ്രാകൃതമാണോ സംസ്കൃതമാണോ ആദ്യം ഉണ്ടായതെന്നുള്ള ഒരു സംശയ നിവാരണത്തിൽ വില്യം ജോൺസ് പോലെയുള്ള പാശ്ചാത്യ പണ്ഡിതന്മാർ സത്യം പറഞ്ഞാൽ ഈ ഭാഷയുടെ താരതമ്യ പഠനം നടത്തുമ്പോൾ കൊഗ്നേറ്റ്സ് വച്ചിട്ടായിരുന്നു അവർ ഭാഷ, അതായത് സംസ്കൃതം, ലാറ്റിൻ, ഗ്രീക്ക് ഇവ തമ്മിൽ ബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കുന്നത്. അത് കൊഗ്നേറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഉച്ചാരണത്തിലും അതുപോലെ അർത്ഥത്തിലും ഒരുപോലെ ഇരിക്കുന്ന പദങ്ങൾ. അപ്പോൾ ഇവരുടെ ഈ 3 ഭാഷകളുടെയും പദങ്ങൾ എടുത്തിട്ട് ഇതിൽ ഒരുപോലെ ഇരിക്കുന്ന പദങ്ങൾ കണ്ടെത്തിയാണ് ഇവരുടെ ഈ 3 ഭാഷകളും തമ്മിൽ ബന്ധമുണ്ട് എന്ന് വരുത്തി തീർക്കുന്നത്. നമ്മൾ ജനറ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറയും. അപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു പക്ഷേ ശ്രീ ചട്ടമ്പി സ്വാമികൾ അതിനെക്കാട്ടിലും ഉപരിയായിട്ട് സത്യം പറഞ്ഞാൽ ഫോണറ്റിക് ഇൻവെന്ററി ആണ് സത്യം പറഞ്ഞ ഭാഷകളെ തമ്മിൽ താരതമ്യ പഠനം ചെയ്യുമ്പോൾ അദ്ദേഹം എടുത്ത് സ്വീകരിച്ച ഒരു രീതി എന്ന് പറയുന്നത് ഫോണറ്റിക് ഇൻവെന്ററി എടുത്തിട്ടാണ്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഫോണറ്റിക് ഇൻവെന്ററി ആണ് കൂടുതൽ ഫലപ്രദം. കാരണം കൊഗ്നേറ്റ്സ് വെച്ച് നമ്മൾ റിലേറ്റ് ചെയ്യാൻ നിൽക്കുമ്പോഴത്തേക്കും ഇപ്പം കൊഗ്നേറ്റിൽ പദങ്ങളാണ്. അപ്പൊ പദങ്ങൾ എപ്പോഴും അടിസ്ഥാനമാക്കിയിരിക്കുന്നത് അർത്ഥങ്ങളിലാണ്. അർത്ഥങ്ങൾ എപ്പോഴും മാറ്റത്തിന് വിധേയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കൊഗ്നേറ്റ്സ് വന്നതിന്റെ കുറച്ചു കാലം കഴിയുമ്പോൾ ഫോൾസ് കൊഗ്നേറ്റ്സ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് തന്നെ വരുന്നുണ്ട്. ഫോൾസ് കൊഗ്നേറ്റ്സ് എന്ന് പറയുമ്പോൾ 2 ഭാഷകളിൽ കാണുന്ന ഉച്ചാരണത്തിലും അതുപോലെ സെയിം സ്പെല്ലിങ്ങും കൂടി ഉള്ള 2 ഭാഷകൾ. ഇപ്പൊ സ്പാനിഷില് ബറോ എന്ന് പറയുന്ന ഒരു പദമുണ്ട്, BURRO. ഇതുപോലെ തന്നെ ഇറ്റാലിയനില് ബറോ എന്ന് പറയുന്ന ഒരു പദമുണ്ട്, BURRO. സെയിം സ്പെല്ലിംഗ് ആൻഡ് സെയിം പ്രൊനൗൺസിയേഷൻ ആണ്. പക്ഷെ ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ബറോ സ്പാനിഷില് ബറോ എന്ന് പറയുന്നത് സത്യത്തിൽ ഡോങ്കി എന്നും അതുപോലെ ഇറ്റാലിയനിലെ ബറോ എന്ന് പറയുന്നത് ബട്ട് എന്നുള്ള അർത്ഥമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും കൊഗ്നേറ്റ്സ് വച്ചിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അത് എത്രത്തോളം ഫലപ്രദമാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതിരിക്കുന്നു. മറിച്ച് ചട്ടമ്പി സ്വാമികൾ സ്വീകരിച്ച ഈ ഫോണറ്റിക് ഇൻവെന്ററി, അതായത് പ്രാകൃതത്തിന്റെ ഫോണറ്റിക് ഇൻവെന്ററി എപ്പോഴും ലഘുവായും ലളിതമായിട്ടുമാണ് കണ്ടുവരുന്നത്. അതുകൊണ്ട് പിന്നെ സംസ്കരിച്ച ഭാഷയായ സംസ്കൃതത്തിൽ അത് കുറച്ച് വിപുലമായിട്ടാണ്, വർണ്ണമാലകൾ കുറച്ച് വിപുലമായിട്ടാണ് കണക്കാക്കുന്നത്. ഇപ്പം പ്രാകൃതത്തിലെ പ്രാരംഭഘട്ടത്തിലെ എല്ലാ ഭാഷകളിലെയും വർണ്ണമാല എപ്പോഴും ലഘുവായിരിക്കും. അത് നമുക്ക് ആധുനിക ലോകത്തെ ഒരു ഭാഷ എടുത്ത് തന്നെ പറയാം. ഇപ്പൊ പിരാഹ എന്ന് പറഞ്ഞിട്ട് ബ്രസീലിയൻ ഒരു ഗോത്രഭാഷയുണ്ട് പിരാഹ. അവരുടെ ഫോണറ്റിക് ഇൻവെന്ററി വളരെ അതിനൊരു പ്രിമിറ്റീവ് ലാംഗ്വേജ് ആയിട്ടാണ് ഇപ്പം ആധുനിക ഭാഷാ ലോകം കണക്കാക്കുന്നത്. കാരണം അവരുടെ ഫോണറ്റിക് ഇൻവെന്ററി വളരെ ലളിതമാണ്. ഏതാനും ചില കയ്യിലെണ്ണാവുന്ന ചില ഫോൺസേ ഉള്ളൂ അവർക്ക്. അതുപോലെ തന്നെ അവരുടെ ലാംഗ്വേജ് സിസ്റ്റത്തില് കളറിനെ സൂചിപ്പിക്കുന്ന, വർണ്ണങ്ങളെ സൂചിപ്പിക്കുന്ന പദങ്ങളില്ല. എണ്ണാൻ പറ്റുന്ന രീതിയിൽ അക്കങ്ങളെ സൂചിപ്പിക്കുന്ന പദങ്ങളില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ പ്രിമിറ്റീവ് ലാംഗ്വേജ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ പ്രാകൃതത്തിന്റെയും സംസ്കൃതത്തിന്റെ വർണ്ണമാല പരിശോധിക്കുമ്പോൾ പ്രാകൃതത്തിന്റെ വളരെ ലളിതവും സംസ്കൃതത്തിന്റെ വളരെ വിപുലവുമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചട്ടമ്പി സ്വാമികൾ ഉന്നയിക്കുന്ന പ്രാകൃതത്തിൽ നിന്ന് സംസ്കൃതമാണ് രൂപം കൊണ്ടതെന്ന് പറയുന്ന കാര്യത്തിനോട് നമുക്ക് ശരിവെക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇപ്പം തമിഴും സംസ്കൃതം തമ്മില് ഇപ്പോഴും നമ്മൾ ഭയങ്കര കോൺട്രഡിക്റ്റ് ആയിട്ട് ഈ ഭാഷാശാസ്ത്ര ലോകം കണക്കാക്കുന്ന ഒരു തമിഴ് എന്ന് പറയുന്നത് ഇപ്പം സാറ് പറഞ്ഞതുപോലെ കൃഷ്ണൻ സാറ് പറഞ്ഞ തമിഴിന്റെ ഫോണറ്റിക് ഇൻവെന്ററിയും വളരെ ലളിതമാണ്. തമിഴ് സംസ്കൃതത്തിന്റെയും വളരെ വിപുലവുമാണ്. അപ്പം തമിഴ് പഠിച്ചവർക്ക് സംസ്കൃതത്തിലെ ഫോണീംസ് ഉച്ചരിക്കാൻ ബുദ്ധിമുട്ടാണ്. നേരെ മറിച്ച് സംസ്കൃതം പഠിച്ചവർക്ക് തമിഴിലെ
ഫോണീംസ് പറയുവാൻ, ഉച്ചരിക്കുവാൻ വളരെ എളുപ്പവുമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ വില്യം ജോൺസ് പോലുള്ള പാശ്ചാത്യർ കൊഗ്നേറ്റ്സ് വെച്ചിട്ടാണ് ഇങ്ങനെ ഭാഷകളെ അളന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ശ്രീ ചട്ടമ്പി സ്വാമികളാണെങ്കിൽ ഈ താരതമ്യ പഠനത്തിൽ തമിഴ് സംസ്കൃതം അതിൽ പ്രാചീനം ഏതെന്ന് കണ്ടെത്തുവാൻ സത്യം പറഞ്ഞാൽ ഒരു കോൺസെപ്റ്റ് അല്ല, അതായത് ഒരു പർട്ടിക്കുലർ കോൺസെപ്റ്റിൽ മാത്രമല്ല, അദ്ദേഹം വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് ചെയ്തത്. അതായത് അക്ഷരം നോക്കി, ഫോണറ്റിക് ഇൻവെന്ററി, ശബ്ദ നിരൂപണം നോക്കി, അതുപോലെ സന്ധി നോക്കി, പദം നോക്കി, ലിംഗം നോക്കി, വചനം നോക്കി, വിഭക്തി, ധാതു ഇത്യാദി കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ കാര്യങ്ങളിൽ കോംപ്രഹെൻസീവ് അനാലിസിസ് തന്നെയാണ് വളരെ ശാസ്ത്രീയമായും യുക്തിസഹിതമായും സ്വാമികൾ പറഞ്ഞു വച്ചേക്കുന്നത്. അതുപോലെ തമിഴാണ് ആദ്യ ഭാഷ എന്ന് പറയാൻ ഭാഷയുടെ മാത്രം പിൻബലത്തിൽ കൂടെ അല്ല, ഭാഷാശാസ്ത്രപരവും ഭൂമിശാസ്ത്രപരവുമായ തെളിവുകൾ സ്വാമി നിരത്തി തന്നെയാണ് ആദിഭാഷ സിദ്ധാന്തത്തെ ബലിഷ്ഠമാക്കുന്നത്. അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു കൃതി ആദിഭാഷ എന്ന് പറയുന്ന ശ്രീ ചട്ടമ്പി സ്വാമികളുടെ കൃതി ആധുനിക ശാസ്ത്രജ്ഞർക്കും അതുപോലെ ഗവേഷണ വിദ്യാർത്ഥികൾക്കും ഒരു വലിയൊരു മുതൽക്കൂട്ടാണ്. അതുപോലെ ആര്യൻ അധിനിവേശ സിദ്ധാന്തം, ഈ ഒരു പ്രാകൃതത്തിൽ നിന്നാണ് സംസ്കൃതം എന്ന ഈ ഒരു കണ്ടെത്തലുകൾ മുന്നോട്ട് ആദ്യം വയ്ക്കുന്ന ശ്രീ ചട്ടമ്പി സ്വാമികൾ. അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തിനെ ഭാരതത്തിലെ ആദ്യത്തെ അപകോളനീവത്കരണത്തിന്റെ വക്താവ് എന്ന് വിശേഷിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ആര്യ അധിനിവേശ സിദ്ധാന്തത്തെ വളരെ ശാസ്ത്രീയപരമായും ഭാഷാപരമായും ഭൂമിശാസ്ത്രപരമായും ഉള്ള യുക്തികൾ നിരത്തി സത്യത്തിൽ വെല്ലുവിളിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ സ്വാമി ആദ്യം ഈ ഡീകോളനൈസേഷൻ, ലിറ്ററേച്ചർ ഓഫ് ഡീകോളനൈസേഷൻ ആദ്യം സത്യം പറഞ്ഞാൽ രൂപം കൊള്ളുന്നത് 1961 അത് ഫ്രാൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു രചയിതാവാണ് ദ റെസ്റ്റ് ഓഫ് ദി എർത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രചനയിലൂടെ ഡീകോളനൈസേഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് രൂപം കൊടുക്കുന്നത്. പക്ഷെ അതിന് എത്രയോ കാലങ്ങൾ മുന്നേ തന്നെയാണ് ചട്ടമ്പി സ്വാമികൾ ഈ ഒരു ഡീകോളനൈസേഷൻ വാദം മുന്നോട്ട് വച്ച് ഈ ആര്യൻ അധിനിവേശ സിദ്ധാന്തത്തെ കർക്കശമായി എതിർക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും ഭാരതീയ ഭാഷാ വൈജ്ഞാനിക അല്ലെങ്കിൽ ഭാരതീയ ഭാഷാശാസ്ത്ര മേഖല എപ്പോഴും ശ്രീ ചട്ടമ്പി സ്വാമികളോട് കടപ്പെട്ടിരിക്കുകയാണ്. ഇത് കൂട്ടിച്ചേർത്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ സമാഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ബാബേൽ ഗോപുരത്തിന്റെ മിഥോളജി, ആ മിഥോളജിയാണ് വെസ്റ്റേൺ ലിംഗ്വിസ്റ്റിക്സിന്റെ ഒരു സ്വഭാവം എന്ന് സൂചിപ്പിച്ചു. ലാംഗ്വേജ് ഫാമിലി കൺസെപ്റ്റിൽ ഉൾക്കൊള്ളാത്ത ഭാഷകളുണ്ട് എന്ന ഒരു ആശയം മുന്നോട്ട് വെച്ചു. പാശ്ചാത്യര് അദൃശ്യ ശക്തിയാണ് ഭാഷ നിർമ്മിച്ചതെന്ന ആശയം മുന്നോട്ട് വെച്ചപ്പോൾ സ്വാമി മനുഷ്യ സൃഷ്ടമാണ് ഭാഷ എന്ന് വ്യക്തമാക്കി. അതോടൊപ്പം തന്നെ സൂചിപ്പിച്ച ഒരു കാര്യം, വില്യം ജോൺസ് അടക്കമുള്ള വെസ്റ്റേൺ ലിംഗ്വിസ്റ്റിക്സിന്റെ ആശയങ്ങളെ എങ്ങനെയാണ് സ്വാമിജി ചോദ്യം ചെയ്തത്. അതോടൊപ്പം ഈ ഡീകോളനൈസേഷൻ എന്ന ഫ്രാൻസ് ഫാനന്റെ ആശയം ദ റെസ്റ്റ് ഓഫ് ദ എർത്ത് എന്ന പുസ്തകത്തിലൂടെ ഫാനൻ അവതരിപ്പിക്കുന്നതിന് എത്രയോ മുമ്പ് ഭൂമിശാസ്ത്രത്തിന്റെയും ഭാഷാശാസ്ത്രത്തിന്റെയും വിവിധ സിദ്ധാന്തങ്ങളുടെയും പിൻബലത്തിൽ സ്വാമിജി എങ്ങനെ അത് നിർവഹിച്ചു എന്നാണ് ആ കുട്ടി സൂചിപ്പിച്ചത്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ കൂട്ടിച്ചേർക്കാനോ സംശയം ചോദിക്കാനോ ഉണ്ടെങ്കിൽ അതിനുള്ള ഒരു സമയമാണ് ഇത്. നമുക്ക് എന്തായാലും 9 മണിയോടുകൂടി ഈ വെബിനാർ അവസാനിപ്പിക്കേണ്ടതുണ്ട്. എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒന്ന് ചോദിച്ചോട്ടെ? സാറെ ഒന്ന് പരിചയപ്പെടുത്തിയതിനു ശേഷം ചോദിക്കാം. സാറെ ഒന്ന് പരിചയപ്പെടുത്തിയതിനു ശേഷം ചോദിക്കാം. എന്റെ പേര്
ജസ്റ്റിസ് ഹരിഹരൻ നായർ. കൃഷ്ണൻ നായർ നമസ്തേ സാർ. സാറിന്റെ പ്രഭാഷണം നമസ്തേ സാർ. സാക്ഷ്യം കേട്ടു. അപ്പൊ എനിക്ക് ഒരുപാട് പുതിയ അറിവുകൾ നേടിത്തന്നു എന്ന് പറയാൻ സന്തോഷമുണ്ട്. തമിഴ്നാട്ടിൽ ഇപ്പോ ആര്യന്മാരും ദ്രാവിഡന്മാരും തമ്മിൽ വേർതിരിഞ്ഞ് നിന്നുകൊണ്ട് പരസ്പരം മല്ലടിച്ച് രാഷ്ട്രീയമായി മല്ലിടുകയാണ്. സാറിന്റെ പ്രഭാഷണം കേട്ടപ്പോൾ മനസ്സിലായത് ഇത്തരത്തിലുള്ള വേർതിരിവുകളൊന്നും ഉണ്ടായിട്ടില്ല. ആര്യന്മാരും ദ്രാവിഡ വർഗക്കാരും എല്ലാം തന്നെ തമിഴ് ഭാഷ ആദ്യം തന്നെ ഉപയോഗിച്ചു വന്ന വിഭാഗക്കാരാണ്. അപ്പൊ ഇതെല്ലാം പിന്നീടുണ്ടായ പലതരത്തിലുള്ള മൈഗ്രേഷന്റെയും അവർ തമ്മിലുണ്ടായ തർക്കങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഉണ്ടായ ചെറിയ മാറ്റങ്ങളാണ് ഇപ്പോ ഇന്ന് വിവാദമായി കൊടുമ്പിരിക്കൊള്ളുന്നത് എന്നാണ് തോന്നുന്നത്. അത് ഒന്നുകൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്ത് തരാമോ കൃഷ്ണൻ നായർ സാർ? ആ ചോദിച്ച ഭാഗം കേട്ടില്ല, ഒന്നുകൂടി. അല്ല, താങ്കളുടെ പ്രഭാഷണത്തില് ആ പ്രാചീന മലയാളത്തിന്റെ അടിസ്ഥാനത്തിൽ താങ്കൾ പറഞ്ഞു വെച്ചത് ആര്യന്മാരെന്നും ദ്രാവിഡന്മാരെന്നും രണ്ട് വിഭാഗക്കാര് ആദ്യം ഉണ്ടായിട്ടില്ല. ഭാഷയുടെ വികസനത്തെ സംബന്ധിച്ചിടത്തോളം തമിഴിൽ നിന്നുള്ള ഒരു വിഭാഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തമിഴിലാണ് ഇതിന്റെ ഉൽപ്പത്തി. അത് കഴിഞ്ഞാണ് വിവിധ രാജ്യങ്ങളിലേക്ക് ഈ ഭാഷയും അത് ഉപയോഗിക്കുന്നവരും ഒക്കെ മൈഗ്രേറ്റ് ചെയ്തത് എന്ന് പറഞ്ഞു. അത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് ഇന്നത്തെ രാഷ്ട്രീയ വൈരുദ്ധ്യത്തിന്റെ. അപ്പൊ അതാണ് ഞാൻ ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കിയാൽ, തമിഴിലെ ഇന്ന് നടക്കുന്ന യുദ്ധത്തിന് ഒരു വലിയ വിരാമം ഉണ്ടാക്കാനായിട്ട് സ്വാമിയുടെ പുസ്തകത്തിന് കഴിയും എന്ന് എനിക്ക് തോന്നുന്നു. അതേപ്പറ്റി ഒന്നുകൂടെ വിശദീകരിച്ചാൽ കൊള്ളാം. വിശദീകരിക്കണം. അതെ, ആ കാര്യം മാത്രം. ജീവന്റെ ആദിസ്ഫുരണം ഉണ്ടായത് ദ്രാവിഡ ദേശത്താണ്. സിംഹളദ്വീപിന് പടിഞ്ഞാറ് വശത്തുണ്ടായിരുന്ന കുമരിക്കോടെന്നും കുമരിക്കണ്ടമെന്നും പിന്നീട് പറയപ്പെട്ട ആ പ്രദേശത്താണ് ജീവന്റെ ആദിസ്ഫുരണം ഉണ്ടായത്. മനുഷ്യൻ ഉണ്ടായതും അവിടെ തന്നെയാണ്. അത് പരിണാമത്തിലൂടെ മനുഷ്യനുണ്ടായി. ആ മനുഷ്യൻ സംസാരിക്കാൻ തുടങ്ങുന്നത് അത്യന്തം ലളിതമായ ഭാഷയാണ്. അത് ഇന്നത്തെ തമിഴല്ല, ഈ തമിഴിന്റെ ആദിമ രൂപം എന്ന് നമുക്ക് പറയാവുന്ന പ്രാചീന തമിഴ് ആണ്, അല്ലെങ്കിൽ ആദിമ തമിഴാണ്. ആ മനുഷ്യ വിഭാഗങ്ങൾ ക്രമേണ ഭാരതമെമ്പാടും വ്യാപിച്ചു. അവിടെ നിന്നിട്ട് ലോകമെമ്പാടും വ്യാപിക്കുകയും ചെയ്തു. അപ്പോഴേക്കും ഇവരോടൊപ്പം അവരവരുടെ ഭാഷയും കൊണ്ടുപോയി. ഭാഷയ്ക്ക് സ്വാഭാവികമായിട്ടും നൂറ്റാണ്ടുകളിലൂടെ പരിണതി വന്നു. അങ്ങനെ വ്യത്യസ്തങ്ങളായ ഭാഷാഭേദങ്ങൾ ഭാരതമെമ്പാടുമുണ്ടായി, ഭാരതത്തിന് വെളിയിലും ഉണ്ടായി. അങ്ങനെയാണ് ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന എല്ലാ ഭാഷകളും ഉണ്ടായത്. ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന എല്ലാ ജനവിഭാഗങ്ങളും ഉണ്ടായത് അങ്ങനെയാണ്. ഇവരെല്ലാം ദ്രാവിഡ ദേശത്തുണ്ടായ ഒരൊറ്റ കുടുംബം വളർന്ന് വികസിച്ച് ലോകമെമ്പാടും വ്യാപിച്ചതാണ്. ഇതാണ് സ്വാമികളുടെ സിദ്ധാന്തം. അതിനാൽ അദ്ദേഹം പറയും, വെളിയിൽ നിന്ന് ആരും ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല. എല്ലാ മൃഗങ്ങളും പക്ഷികളും വൃക്ഷങ്ങളും മനുഷ്യരും ഇന്ത്യയിൽ നിന്ന് വെളിയിലേക്ക് പോയതാണ്. അതേപോലെ ആര്യനെന്നും ദ്രാവിഡനെന്നും രണ്ടു വിഭാഗം ഇല്ല. എല്ലാം ഒരൊറ്റ കുടുംബം. ആ ഒരൊറ്റ കുടുംബത്തിലെ ജനങ്ങൾ ലോകമെമ്പാടും വ്യാപിച്ചു. ഭാഷയ്ക്കും കുറേശ്ശെ പരിണാമങ്ങളുണ്ടായി. ആ പരിണാമത്തിൻ്റെ നാൾവഴികൾ അദ്ദേഹം അതിൽ എഴുതി കാണിക്കുന്നുണ്ട്. അതല്ലാതെ പലയിടങ്ങളിൽ പരസ്പര ബന്ധമില്ലാതെ ഉണ്ടായ വ്യത്യസ്ത ഗോത്രങ്ങളല്ല മനുഷ്യർ. ഒരൊറ്റ ഗോത്രം. അതായത് കദംബമുകുളൻ ന്യായത്തിലല്ല മനുഷ്യോൽപ്പത്തി. കദംബമുകുളൻ ന്യായത്തെ അദ്ദേഹം നിരസിക്കുന്നു. കടമ്പ് വൃക്ഷത്തിൽ ഇങ്ങനെ തായ്തടി തൊട്ട് ചില്ലകൾ വരെ പരസ്പര ബന്ധമില്ലാതെ പൂങ്കുലകളുണ്ടാകും. ആ പൂങ്കുലകൾക്ക് ഒരു പൂങ്കുലയ്ക്ക് വേറൊരു പൂങ്കുലയുമായി ബന്ധമില്ല. അതേപോലെ ഈ ഭൂമിയിൽ പലയിടങ്ങളിൽ പൊട്ടിമുളച്ചതല്ല മനുഷ്യ കുടുംബങ്ങൾ. പിന്നെയോ വീചി തരംഗ ന്യായത്തിൽ ഒരിടത്ത് കല്ല് വീണാൽ അവിടെ നിന്ന്
തരംഗം എല്ലായിടവും വ്യാപിക്കുന്ന പോലെ ഒരിടത്ത് ജീവരാശി ഉണ്ടായി, ഒരിടത്ത് മനുഷ്യനുണ്ടായി, അവിടെ നിന്ന് എല്ലായിടവും വ്യാപിച്ചതാണ്. വിജി തരംഗ ന്യായം ആണ് സ്വാമികൾ അംഗീകരിക്കുന്നത്. വേവൽ ഗോപുരത്തിൻ്റെ ആ മിത്തോളജിയെ സ്വാമി സ്വീകരിച്ചിട്ടില്ല. അത് അദ്ദേഹം തൻ്റെ സിദ്ധാന്തത്തിൻ്റെ ഭാഗമാക്കിയിട്ടുമില്ല. വേവൽ ഗോപുരത്തിൻ്റെ സിദ്ധാന്തം വേറെയാണ്, ഇത് വേറെയാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം സമയത്തിൻ്റെ ദൗർലഭ്യം കൊണ്ട് ഞാൻ വിശദമാക്കാനായിട്ട് നിൽക്കുന്നില്ല. അങ്ങനെ ദക്ഷിണ ഭാരതത്തിൽ അഥവാ ദ്രാവിഡ ദേശത്തിൽ പണ്ടുണ്ടായ ജനസമൂഹവും പണ്ടുണ്ടായ അത്യന്തം ലളിതമായ ഭാഷയും അതാണ് ലോകം മുഴുവൻ വ്യാപിച്ച് ഇന്നത്തെ ലോകത്തിലുള്ള മുഴുവൻ ജനസമൂഹങ്ങളും അവരുടെ മുഴുവൻ ഭാഷകളും ആയി മാറിയത്. അതുകൊണ്ട് പല ഭാഷാഗോത്രങ്ങളില്ല, പല മനുഷ്യഗോത്രങ്ങളുമില്ല. ഒരൊറ്റ ഭാഷാഗോത്രം, ഒരൊറ്റ മനുഷ്യഗോത്രം. ഇതാണ് അദ്ദേഹം പറയുക. ശരി സാറേ. ഇനി ആർക്കെങ്കിലും സാറിനോട് ഹരിഹരൻ സാറിനോട് സാറ് ഉദ്ദേശിച്ചതിന്റെ ഉത്തരമാണോ? ഉത്തരം അതെ. എനിക്ക് ഈ ഒരു ചെറിയ ചിന്താക്കുഴപ്പം ഉണ്ടായത് ഈ തമിഴ്നാട്ടിലെ ഇപ്പോഴേ ഈ ആര്യന്മാരും ദ്രാവിഡന്മാരും എന്നുള്ള രണ്ട് വിഭാഗക്കാരാണ് തമ്മിൽ പോരടിച്ച് ഈ രാഷ്ട്രീയ ബഹളം മുഴുവൻ ഉണ്ടാക്കുന്നത്. അപ്പോ സ്വാമിജിയുടെ സിദ്ധാന്തം അനുസരിച്ച് അതിലൊന്നും ഒരു അർത്ഥവുമില്ല. കാരണം ദ്രാവിഡരും ആര്യന്മാരും എല്ലാവരും ഒന്നിച്ചുള്ള തമിഴ് വിഭാഗം മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ. ആ ഒരു കാര്യത്തില് ക്ലാരിറ്റിക്ക് വേണ്ടിയാണ് ഞാൻ ചോദിച്ചത്. വളരെ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഒരൊറ്റ കുടുംബമാണ്. അതെ, വസുധൈവ കുടുംബം സിദ്ധാന്തം അനുസരിച്ച്. അതെ. കാരണം കദംബ മുകുള ന്യായത്തിലല്ല, വിജി തരംഗ ന്യായത്തിലാണ് ജീവരാശിയുടെ ഉൽപ്പത്തി, അതിന്റെ പരിണതിയായിട്ട് മനുഷ്യോൽപ്പത്തി. വിജി തരംഗ ന്യായത്തിൽ ഒരിടത്തുണ്ടായി എല്ലായിടവും വ്യാപിച്ചതാണ്. എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും കാര്യങ്ങൾ ആർക്കെങ്കിലും കൂട്ടിച്ചേർക്കാനോ ചോദിക്കാനോ ഉണ്ടോ? ആദരണീയനായ ജസ്റ്റിസ് ഹരിഹരൻ സാറിന്റെ സാന്നിധ്യം വലിയ തോതിൽ ഞങ്ങള് ബഹുമാനത്തോടെ കാണുകയാണ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് നന്ദിയിലേക്ക് പ്രവേശിക്കാം അല്ലെ? ആരെങ്കിലും ഉണ്ടോ? നമുക്ക് നന്ദിയിലേക്ക് പ്രവേശിക്കാമെന്ന് തോന്നുന്നു. അപ്പോ ഉണ്ണികൃഷ്ണൻ, ഞാൻ നന്ദി പറയട്ടെ ആദ്യം. ശരി സാറേ. ശരി സാറേ. ശരി സാറേ. അതെ, പ്രിയമുള്ളവരെ, ഇന്ന് ഈ വെബിനാറിന് എന്നെ ക്ഷണിച്ച എൻ്റെ ഞാൻ ശ്രീശൈലം ഉണ്ണികൃഷ്ണന് നന്ദി പറയുന്നു. ഇതിനൊക്കെ കാരണക്കാരനായിരിക്കുന്നവരെ ഞാൻ ഡോക്ടർ AM ഉണ്ണികൃഷ്ണന് നന്ദി പറയുന്നു. അതേപോലെ തന്നെ ഇതിൽ സജീവമായി പങ്കെടുത്ത എൻ്റെ സ്വന്തം സഹോദരങ്ങളായിട്ടുള്ള എല്ലാ ആളുകൾക്കും ഞാൻ നന്ദി പറയുന്നു. ഇതിനെക്കുറിച്ച് ചർച്ചയിൽ ഏർപ്പെട്ട ആളുകൾ, ഇതിനോട് പ്രതികരിച്ച ആളുകൾ, ഇതിനെ ആസ്പദമാക്കി ചോദ്യങ്ങൾ ചോദിച്ച ആളുകൾ, എല്ലാവരോടും നന്ദി പറയുന്നു. വിശേഷിച്ചും എൻ്റെ ജ്യേഷ്ഠ സഹോദരനായ ജസ്റ്റിസ് ഹരിഹരൻ സാറിനോട് ഞാൻ പ്രത്യേകിച്ച് നന്ദി പറയുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇന്നത്തെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം, ലോകത്തെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും വിലപ്പെട്ടതാണ്, പ്രധാനപ്പെട്ടതാണ്. ഈ അവസരത്തിൽ എല്ലാവർക്കും നന്ദി പറയുന്നു. ഒരു കാര്യം കൂടി, ചട്ടമ്പി സ്വാമികൾ പ്രാചീന തമിഴെന്ന് പറയുമ്പോൾ അത് ഇന്നത്തെ തമിഴല്ല, ഈ തമിഴ് ഉൾപ്പെടെയുള്ള എല്ലാ ഭാഷകൾക്കും ആധാരമായിരിക്കുന്ന ദ്രാവിഡ ദേശത്തെ പ്രാചീന ഭാഷ എന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് ആ വിശേഷണം, പ്രാചീന തമിഴ്, ആദിമ തമിഴ് എന്നൊക്കെ അദ്ദേഹം എടുത്തു പറയുന്നത്. പ്രാചീന ദ്രാവിഡം, ആദി ദ്രാവിഡം എന്നൊക്കെ പറയാനുള്ള കാരണം അതാണ്. ആ വിശേഷണത്തിന്റെ പ്രാധാന്യം നമ്മൾ എല്ലാവരോടും പറയണം. എന്തുകൊണ്ടെന്നാൽ ഇത് കേട്ട ആളുകളെല്ലാം
ഇന്നത്തെ തമിഴാണ് ആദിഭാഷയെന്ന് സ്വാമി പറഞ്ഞതായിട്ട് തെറ്റിദ്ധരിച്ചിട്ട് പ്രതികരിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ അങ്ങനെ എന്നോട് പ്രതികരിച്ചു. അപ്പോൾ ഇന്നത്തെ തമിഴിനെ അല്ല സ്വാമി പറയുന്നത്, ഈ തമിഴിനും ആധാരമായ ദ്രാവിഡ ഭാഷയെയാണ്. ആ ദ്രാവിഡ ഭാഷയോട്, ആദിമ ഭാഷയോട് ഇന്നത്തെ ഭാഷകളുടെ കൂട്ടത്തിൽ ഏതാണ് കൂടുതൽ അടുത്ത് നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് തമിഴ്നാട്ടിൽ പ്രചരിക്കുന്ന ഇന്നത്തെ തമിഴാണ്. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.